നമ്മള് വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. हम लोग वचन सुनते आ रहे थे. ആത്മാവിൽ ജനിച്ചവൻ എങ്ങനെ എന്നുള്ളതായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. आत्मा में जन्म लिया व्यक्ति का अवस्था क्या है हम देख रहे थे. അപ്പോൾ തന്നെ ഇവിടെ വായിക്കുന്നു, ആത്മാവിൽ ജനിച്ചത് ആത്മാവാകും. और उसी समय में हमने वही യോഹന്ന 3 में ऊपर भी हमने पढ़ा कि जो आत्मा से जन्मा है वो आत्मा है. അപ്പൊ നമുക്ക് രക്ഷിക്കപ്പെടുമ്പോൾ ഒരു പുതിയ ആത്മാവിനെ നമുക്ക് കിട്ടുന്നു. ഹോളി സ്പിരിറ്റിനെ കുറിച്ചല്ല, പുതിയൊരു ആത്മാവിനെ നമുക്ക് കിട്ടുന്നു. तो इसके लिए नया जन्म पाया हुआ व्यक्ति का खासियत यह है कि वो व्यक्ति को एक नया आत्मा मिलता है. पवित्र आत्मा का बात नहीं चल रहा, मनुष्य को आत्मा मिलता है. അങ്ങനെ ആ മനുഷ്യന്റെ ആത്മാവിലാണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത്. और ये जो नया मनुष्य आत्मा उसको मिला जो है उसके अंदर पवित्र आत्मा निवास करता है. അപ്പം നമ്മുടെ മനുഷ്യാത്മാവ് എങ്ങനെ ബലപ്പെടുന്നു, എങ്ങനെ ജ്ഞാനപൂർവമായി ആയിത്തീരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതവും അടുത്ത യുഗത്തിലെ ജീവിതവും. तो आज हम लोग इस मनुष्य का आत्मा को किस तरह हमने पालन पोषण करके उसको तंदुरुस्त करके बलवंत किया है, उसके हिसाब से रहेगा हमारा आने वाले जीवन में जो नया आने वाला युग में हमारा जीवन और पदवी का अवस्था. നമുക്ക് കർത്താവ് ഇവിടെ ഭൂമിയിൽ ജീവിച്ചപ്പോൾ, प्रभु जब इस दुनिया में जिया, ഒരു യഥാർത്ഥ മനുഷ്യനായിട്ട് യേശുക്രിസ്തു ജീവിച്ചപ്പോൾ, जब वो खुद एक सच्चा मनुष्य बनकर जिया, യേശുക്രിസ്തുവിന് ഒരു മനുഷ്യാത്മാവ് ഉണ്ടായിരുന്നു, ഒരു മനുഷ്യ ദേഹി ഉണ്ടായിരുന്നു, ഒരു മനുഷ്യ ശരീരം ഉണ്ടായിരുന്നു. हम देखते हैं कि यीशु जब मनुष्य रूप धारण लेकर आते समय में उनके पास एक मनुष्य आत्मा था, एक मनुष्य प्राण था और एक मनुष्य शरीर था. നമുക്ക് അത് ലൂക്കോസ് സുവിശേഷം लूका का सुसमाचार അതിന്റെ 2-ാം അധ്യായം 40-ാം വാക്യം 2:40 जब हम पढ़ते हैं, 2:40 पढ़े. और बालक बढ़ता और आत्मा में बलवंत होता और बुद्धि से परिपूर्ण होता गया और परमेश्वर का अनुग्रह उस पर था. നോക്കുക, ഇവിടെ നമ്മുടെ കർത്താവ് പൈതൽ വളർന്നു എന്ന് പറയുമ്പോൾ ഏത് അർത്ഥത്തിലാണ് വളർന്നത്, എന്താണ് അതിന്റെ ഉദ്ദേശം? वो बालक बड़ा करके वहां पर लिखा है, मतलब वो किस अर्थ में किस उद्देश्य में बोला गया है. യേശുവിന്റെ ശരീരം വളർന്ന കാര്യമാണ്. तो वो बड़ा मतलब वो किसका बात कर रहा है, उनका शरीर बढ़ने लगा. ജ്ഞാനം നിറഞ്ഞു എന്ന് പറയുന്നത് യേശുവിന്റെ ദേഹിയുടെ കാര്യമാണ്. और ज्ञान से भर गया करके बोलते समय में उसका प्राण के बारे में कह रहा है. പിന്നെ നമ്മൾ വായിക്കുന്നത് ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു എന്നുള്ളത് അവന്റെ മനുഷ്യാത്മാവിന്റെ കാര്യം. और फिर आत्मा में बलवान हुआ करके लिखा है, वो मनुष्य आत्मा के बारे में बोला है. അപ്പോൾ ഇതാണ് ഇനി നമ്മളോടുള്ള ബന്ധത്തിൽ. और यही अवस्था है हमारे विषय में भी. ഇപ്പൊ ഇനി നമുക്ക് ശരീരം വളരേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ഏകദേശം ശരീരമൊക്കെ വളർന്നു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നു അല്ലേ. ഏകദേശം ഒരു 10-18 വയസ്സാകുമ്പോഴാണ്. हमारा जब शरीर बढ़ने का विषय में देखा जाए तो ज्यादा जब हमारा नया जन्म होते समय में उस समय में हमारा शरीर का अच्छा विकास और बढ़ोतरी ऑलरेडी हुआ है. കാരണം നമ്മുടെ ഈ ആത്മീയമായിട്ട് വളരുന്നു ഉദ്ദേശിക്കുന്നത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായിട്ട് വളർച്ചയില്ല, അവന്റെ ശരീരമാണ് വളർന്നത്. हमें जब यीशु मसीह के विषय में बढ़ोतरी होना है करके बोलते समय में उनको जो आत्मिक बढ़ोतरी होने का जरूरत नहीं, क्योंकि वो पहले से ही परिपूर्ण मनुष्य है, परंतु उनको शरीर में बड़ा होना जरूरी था, क्योंकि वो युवक से फिर पुरुषत्व आने का इस तरह का बढ़ोतरी उसको होना शरीर में जरूरी था, परंतु आत्मा में पहले से ही परिपूर्ण है. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, परंतु हमारे विषय में നമ്മള് പത്രോസിന്റെ 2 പത്രോസ്, दूसरा पत्रोस, നമ്മളതിന്റെ 2 പത്രോസ് അതിന്റെ 3-ാം അധ്യായം तीसरा अध्याय അതിന്റെ 18-ാം വാക്യം 18 वाक्य में, पर हमारे प्रभु और उद्धारकर्ता यीशु मसीह के अनुग्रह और पहचान में बढ़ते जाओ. ഇവിടെ നമ്മൾ വളരുക എന്ന് പറയുന്നത് എന്താണ്? तो उसका अनुग्रह और पहचान में बढ़ते जाओ, उसका मतलब क्या, बढ़ना मतलब നമ്മുടെ ശരീരം വളർന്ന കാര്യമല്ല. तो यहाँ पर हमारा शरीर बढ़ना चाहिए ऐसा नहीं लिखा है, പിന്നെ നമ്മുടെ കർത്താവ് രക്ഷിതമായ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും കൃപയിലും വളരുകയും, बल्कि उनका ज्ञान में उनका अनुग्रह और पहचान में बढ़ना है. അപ്പൊ നമുക്ക് വളർച്ച ആവശ്യമാണോ? तो फिर हमें बढ़ना जरूरी है क्या? അപ്പൊ എവിടെയാണ് വളരുന്നത്? तो कहाँ पर हमारा बढ़ोतरी होता है? നമ്മൾ വളരുക എന്ന് പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണ്? तो किस विषय में, कहा तुम्हें विश्वासियों को कहते समय तुम्हें बढ़ना है, बढ़ोतरी होना है बोलते समय में वो मनुष्य का कौन सा भाग के उद्देश्य करके बोला है? അതായത് ക്രിസ്തുവിനെ കുറിച്ചുള്ള, यानी मसीह के पहचान में, കാരണം നമുക്ക് യേശു ക്രിസ്തുവിനുണ്ടായ ജ്ഞാനം ഏത് ജ്ഞാനമാണ്? मसीह का विषय में हमें जो ज्ञान मिला है वो किस प्रकार का ज्ञान है?
ഈ ലോകത്തിലെ ജ്ഞാനമാണോ? क्या संसार का रीति के अनुसार है क्या, ശാസ്ത്രീയ ജ്ഞാനമാണോ? या शास्त्री के समान ज्ञान है क्या? അപ്പൊ യേശു ക്രിസ്തു അവന്റെ ജ്ഞാനത്തിൽ വളരുന്നതിനനുസരിച്ചാണ് അവന്റെ മനുഷ്യാത്മാവ് ബലപ്പെട്ടുകൊണ്ടിരുന്നത്. तो हम देखते हैं कि यीशु जिस तरह वो ज्ञान में वो बढ़ोतरी पा रहा था, उस तरह वो आत्मा में बलवंत हो रहा था. നമ്മളിപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ബലപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ടോ പ്രയാസമൊക്കെ വരുമ്പോൾ നമുക്ക് എൻ്റെ അപ്പൻ ഇഷ്ടംപോലെ സ്വത്തുണ്ട് എനിക്ക്, അല്ലെങ്കിൽ ഏതൊരു വിഷയം വരുമ്പോൾ നമുക്ക് ഒരു ശക്തിയായിട്ട് നിൽക്കാൻ, നമുക്ക് എന്തോ ഒരു അടിസ്ഥാനമായി ബലപ്പെട്ട് നിൽക്കാൻ എന്തോ ഒന്നുണ്ട്, അത് ഭൗമികമാണ്. तो हम जब मनुष्य के पास तू जब बढ़ना है, बलवंत होना है करके बोलते समय में, वो हमेशा क्या होता है, मनुष्य का स्वभाव में देखा जाए तो उसका पिता के पास संपत्ति या धन है, तो कुछ भी बातों को सामना करने के लिए हिम्मत और साहस चाहिए, तो मेरा पिता के पास धन है बोलकर इस तरह भूमि की बातों को आश्रय रखकर, भूमि के बातों को मुख्य बात रखकर बोलते हैं मैं बलवान हूं करके. അപ്പൊ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊന്നുമില്ല. परंतु यीशु के पास ऐसा कुछ भी नहीं था. യേശുവിനെ അവന് നിത്യവൃത്തിയോടുള്ള ബന്ധത്തിൽ അവനെ ജോലി ചെയ്യണമായിരുന്നു, കൂലിവേല ചെയ്യണം. हम देखते हैं कि यीशु को उसका जिंदगी अगर चलाना था, उस समय में उसको मजदूरी करना पड़ता था. അപ്പൊ യേശു ബലപ്പെട്ടു എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണ്? तो पर वहां पर लिखा है कि यीशु बलवंत हुआ करके बोलते समय में किस अर्थ में था? തന്റെ ഭൂമിയിലുള്ള ജനനത്തോടുള്ള ബന്ധത്തിൽ യോസഫിന്റെയോ മറിയയുടെയോ അല്ലെങ്കിൽ ഭൂമിയോടുള്ള ബന്ധത്തിൽ ഒരു കാലത്തിലും ഒരു നിലയിലും ബലപ്പെടാൻ ഒന്നുമില്ല. ഒരു ആസ്തിയും ഇല്ലാതെ ദരിദ്രനായി ജനിച്ചവനാണ് യേശു. यीशु को शरीर में अगर देखा जाए तो उसको शरीर में रीति से बलवंत होने के विषय के लिए उसके पास कुछ भी बात नहीं, कुछ भी मूल्यता नहीं है. यूसुफ और मरियम का बेटा है बोलकर उसके पास ऐसा कुछ भी ऐसा बैकग्राउंड नहीं है, नींव की बात नहीं है जिस पर वो उनके ऊपर भरोसा करके भूमि का कोई भी बात पर भरोसा करके बोल सके मैं कोई बड़ा आदमी हूँ, बलवान आदमी हूँ बोलने के लिए. നമ്മളിത് ചിന്തിക്കുന്നത് യേശു മനുഷ്യൻ എന്ന രീതിയിലാണ്. തന്റെ പുത്രന്റെ രൂപത്തോടാകാൻ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ യേശു മനുഷ്യൻ എന്ന രീതിയിലുള്ള പരിഗണനയാണ് നമ്മൾ ചിന്തിക്കുന്നത്. अभी हम जो सोच रहे विचार कर रहे हैं, यीशु जो मनुष्य रूप धारण करके आया है, हम जो यीशु के समान हम लोग उनके रूप में अनुरूप होने के विषय में मनुष्य का रूप को उद्देश्यों से मैं बता रहा हूँ. എന്നാൽ യേശു കർത്താവ് അവനെ ആത്മാവിൽ ബലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? परंतु हम पढ़ते हैं लूका में हमने पढ़ा कि आत्मा में वो बलवंत हुआ बोलते समय उसका मतलब क्या है? നമുക്കൊരു ഉദാഹരണം നോക്കാം. एक और उदाहरण देखेंगे. അതായത് നമ്മള് ഈ താപ്പോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ जब हम नीचे का वाक्य पढ़ते समय में ഈ അവൻ ആത്മാവിൽ ബലപ്പെട്ട കാര്യവും ജ്ഞാനത്തിൽ നിറഞ്ഞ കാര്യവുമാണ് നമ്മൾ 49:1 പോലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. तो वहां पर हम लोग फिर वो जब वो 40 में हम लोग पढ़ते समय में 40 में हमने क्या पढ़ा कि वो आत्मा में बलवंत हुआ और ज्ञान में बढ़ता रहा. 40 वो किस तरीके से है करके 41 से पढ़ते समय में हम देखते हैं. അവന് 12 വയസ്സുള്ളപ്പോൾ പതിവ് പോലെ പെരുന്നാളിന് പോയി. 42 में हम पढ़ते हैं कि जब वो 12वां वर्ष का था, सामान्य रीति से जब हमेशा वो यरूशलेम में पर्व के लिए जाता था, उस समय में भी वो गया. അപ്പം അവിടെ നമ്മൾ ചുരുക്കി പറയുകയാണ്, संक्षेप में बताना चाहता हूँ, നമുക്കത് അറിയാം. हम जानते हैं ये घटनाओं को. എന്നാൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് യോസഫും മറിയയും അവരുടെ വീട്ടിലേക്ക് തിരികെ പോയി. കർത്താവ് അവരോട് പോയില്ല. അവൻ എന്ത് ചെയ്തു? ആലയത്തിൽ തന്നെ നിന്നു. ആ സന്ദർഭമാണ് ഇവിടെ ഉള്ളത്. तो यहाँ पर हम पढ़ते हैं कि वहाँ पर वो वहाँ पर घटना में हम क्या देखते हैं कि पर्व हो गया. पर्व होने के बाद हम देखते हैं कि यूसुफ और मरियम वापस घर पे आया. यीशु उनके साथ नहीं था. അപ്പോൾ അവൻ താപ്പോട്ട് നമ്മൾ വായിക്കുമ്പോൾ फिर नीचे हम पढ़ते समय में അവിടെ അതിന്റെ 3 നാൾ കഴിഞ്ഞ ശേഷം 46-ാം വാക്യം 46 में हम पढ़ते 3 दिन के बाद അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ അടുക്കൽ ഇരിക്കുന്നതും 2-ാം അധ്യായത്തിന്റെ 46 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ हाँ, तो उधर हम देखते हैं कि वो उधर तीसरा दिन 3 दिन के बाद देखा कि वो मंदिर में पाया गया था और उधर उपदेशों के बीच में बैठा था. അവരോട് ചോദിക്കുകയും ചെയ്തത് കേട്ടു. और उनके साथ सवाल जवाब करते हुए देखा. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവന്റെ വിവേകത്തിലും ഉത്തരത്തിലും വിസ്മയം തോന്നി. 47 पढ़ना. जितने उसकी सुन रहे थे वे सब उसकी समझ और उसके उत्तरों से चकित थे. അപ്പോൾ ഇവിടെ നമ്മള് ഒരു പ്രധാന കാര്യം, വളർച്ചയിൽ എത്ര വയസ്സുണ്ട് ഇപ്പോൾ? तो यहाँ पर देखो उसका शारीरिक बढ़ोतरी में उसका उम्र कितना है? 12 वयस्स. 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ ജ്ഞാനമല്ല. परंतु वहां पर देखो 47 में क्या पढ़ते हैं, वो जो एक 12 साल के उम्र के बच्चे में जो ज्ञान और बुद्धि और समझ होना चाहिए था वो ज्ञान नहीं है. क्योंकि उस समय के बड़े बड़े होशियारों को भी उन लोग ने आश्चर्यचकित किया यीशु ने. കാരണം ദൈവത്തെ കുറിച്ച് വളരെയധികം പറഞ്ഞു കൊടുക്കേണ്ട ശാസ്ത്രിമാരോടും പുരോഹിതന്മാരോടാണ് സംസാരിക്കുന്നത് 12 വയസ്സുള്ളവൻ. तो 46 वाक्य में देखो उस उधर के बड़े बड़े प्रमाणी लोग जो दूसरे लोगों को परमेश्वर के बारे में रहस्य भेद सिखाना चाहिए था, उन लोगों को प्रभु बड़े बड़े बातें बोलकर उनको आश्चर्यचकित किया. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം വളരുന്നതിനനുസരിച്ച് ജ്ഞാനവും
വർദ്ധിക്കുകയും അവന്റെ ആത്മാവ് ബലപ്പെടുകയല്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. അത് നമ്മളോടുള്ള ബന്ധത്തിൽ. तो इसलिए यीशु को कभी भी ऐसा मत समझना कि यीशु का जैसा शरीर का विकास होता रहा वैसा उसका प्राण और आत्मा बढ़ा, फिर उसका ज्ञान बढ़ता रहा, शरीर के हिसाब से बढ़ा, ऐसा यीशु के बारे में नहीं सोचना. वो हमारे बारे में वैसा है. യേശുക്രിസ്തുവിന് 12 വയസ്സുള്ളപ്പോഴുള്ള ആ അറിവ് തന്നെയാണ് 30 വയസ്സുള്ളപ്പോഴും. കാരണം യേശുവിനെ പ്രത്യേക രീതിയിലാണ് നമ്മൾ കാണുന്നത്. നമ്മളെ പോലല്ല. നമ്മളെന്ന് പറഞ്ഞാൽ അറിവും ജ്ഞാനവും ഒക്കെ ഇൻക്രീസ് ആയിട്ട് വരിക. तो यीशु का ज्ञान जो 12वां उम्र में उसको जो ज्ञान था वही ज्ञान और सामर्थ्य उसको जब वो 30वां उम्र में था वैसे ही था, उसमें बदलावट नहीं है. परंतु हमारे विषय, क्योंकि यीशु एक खास मनुष्य है, उनका व्यक्तित्व अलग है, हमारे समान उसको तुलना नहीं करना है. हम जो है मनुष्य जो है स्वाभाविक जो हम लोग है जो हमेशा ज्ञान में बढ़ोतरी में हमें बढ़ते रहना पड़ता है. वो जरूरी हमें है. അപ്പൊ യേശു വളർന്നു എന്ന് പറഞ്ഞാൽ യേശു ഏതർത്ഥത്തിൽ വളർന്നു എന്നാണ്? तो इसलिए हमने 40 में पढ़ा यीशु बढ़ रहा था करके, बड़ा करके बोलते समय में किस विषय में है? എന്നാൽ നമ്മൾ വളർന്നു, ആത്മീയമായിട്ട് വളർന്നു പറഞ്ഞ യേശുക്രിസ്തുവിനുള്ള പരിജ്ഞാനത്തിലും കൃപയിലും വളർന്നു. तो यीशु बड़ा करके बोलते समय में शरीर में वो बढ़ रहा था. परंतु विश्वासियों को बोलते समय में हम क्या बोलते हैं? हम यीशु मसीह के ज्ञान में और उसके पहचान में बड़ा करके, वो हमारे विषय में कहते हैं. ഇനി ഇവിടെ അവര് ആ ശാസ്ത്രന്മാരും പുരോഹിതന്മാരും വിസ്മയിച്ച് എന്തുകൊണ്ടാ? അവർക്കില്ലാത്ത ജ്ഞാനം ആരെ കുറിച്ച്? ദൈവത്തെ കുറിച്ച്. तो इधर शास्त्री लोग और प्रमाणी लोग, उस समय के गुरु लोग, वो लोग आश्चर्यचकित हो गए, क्योंकि उनके पास जो परमेश्वर का जो ज्ञान उनके पास था उससे भी ज्यादा ज्ञान यीशु के पास था. അപ്പോൾ യേശു കർത്താവ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവം എന്ന് പറഞ്ഞ ആരാണെന്ന് അവരിങ്ങനെ അന്തപ്പെട്ടിരിക്കുക. तो यीशु वहां पर क्या देखा? यरूशलेम के मंदिर में परमेश्वर कौन है, किस तरह का है, कि इस तरह का आकर्षक बातें, आश्चर्यचकित वाले बातें उनको बोलते समय में ये सुनने वाले लोग एकदम आश्चर्यचकित होकर देख रहे हैं. ഇപ്പൊ അവരുടെ മുമ്പിൽ ആ യേശു ആരാണ്? तो उनके नजर में भी यीशु कौन है? വലിയ ജ്ഞാനിയാണ്. बहुत बड़ा ज्ञानवान व्यक्ति है. പെട്ടെന്നാണ് ഇടിവെട്ട് ഏറ്റതുപോലെ അവരുടെ മുമ്പിൽ വെച്ച് അമ്മ പറയുന്നത്, നീ എന്ത് അവിവേകമാണ് മോനെ കാണിച്ചത്. तो अचानक वहां पर तुरंत उसका माँ आकर, जैसा बिजली गिर के तो सब फूट जाता है, वैसा माँ ने आकर, हे बेटा तूने क्या कर दिया करके बोलकर वहां पर वो बातचीत को, माहौल को बदल दिया. മകനെ, हे बेटे, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്റെ അർത്ഥം എന്താ? हमारे साथ ऐसा क्यों किया? നീ എന്ത് അവിവേകമാണ്, ഞങ്ങൾ പോയപ്പോ എന്താ ഞങ്ങളോട് तू ऐसा हरकत क्यों किया? तू हरकत ऐसा क्यों किया? तू तो हम लोग घर वापस जा रहे थे ना, तू भी हमारे साथ आना चाहिए था ना, ऐसा मूर्ख काम क्यों किया? तू इधर ही बैठ गया. അപ്പം ഈ മറിയയും യോസഫും ഞങ്ങൾ ഏതൊരു പൈതലിനെയാണ് വളർത്തിക്കൊണ്ട് വരുന്നതെന്നുള്ള അറിവ് അവർക്കില്ല. तो जरा सोचो, मतलब ऐसा हरकत की वजह से एक बात समझ में आया कि यूसुफ और मरियम किस बच्चे को किसका बढ़ोतरी कर रहे हैं, किसका देखभाल कर रहे हैं करके वो सही ज्ञान उनको नहीं है. അപ്പോൾ പെട്ടെന്ന് ശാസ്ത്രിമാർക്കും പുരോഹിതന്മാർക്കും തോന്നുന്നത് എന്താ? ഇവൻ ഇത്രയും ഭയങ്കര ജ്ഞാനിയാണ്, അനുസരണമില്ലാത്തവനാണ്. കാരണം तो हाँ, तो ये बात देखकर उधर के जो उधर के गुरु और अधिकारी लोग, उन लोगों ने ये माँ का स्वभाव को देखकर क्या सोचने लगा, ये यीशु इतना बड़ा ज्ञानवान है परंतु माता पिता का बात नहीं मान रहा. അങ്ങനെ തോന്നിയെന്നല്ല, ऐसा സാധ്യതയുണ്ടെന്നാണ്. हाँ, मतलब ऐसा सोचा है करके ऐसा नहीं है प्रियो, हो सकता है, शायद हो सकता है ऐसा सोचा रहेगा वो लोग. അവിടെ നിന്റെ അപ്പനും तेरा पिता ഞാനും വ്യസനിച്ചുണ്ട്. 48 में, ഇവിടെ നോക്കുക, യോസഫ് ആണോ യേശുവിന്റെ അപ്പൻ? तो तेरा पिता और मैं तुझे ढूंढ रहा था करके बोलते समय में यीशु का पिता कौन है? यूसुफ है क्या? ഉടനെ അവന് എന്ത് ചെയ്തു? തിരുത്തി. वो तुरंत उसने वहां पर सही किया 49 में. എന്നെ तुम लोग मुझे ढूंढते हुए क्यों आए? ഞാൻ നിങ്ങളുടെ മോനല്ല. क्योंकि मैं तुम्हारा बेटा नहीं हूँ. എന്റെ പിതാവിനുള്ളത് എന്റെ അപ്പൊ ആ പിതാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് ആർക്കുണ്ടായിരുന്നത്? അവൻ ജ്ഞാനത്തോളായിരുന്നു. तो क्योंकि मैं मेरा पिता का घराने का हूँ, यानी कि मैं मेरा पिता का कार्य वहां पर कर रहा हूँ करके, वो पिता का ज्ञान था जो यीशु मसीह उधर लोगों को बोल रहा था. അപ്പൊ ഈ പിതാവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് അവന്റെ ആത്മാവ് എന്ത് ചെയ്തു? तो इस पिता का इस ज्ञान से क्या हो रहा था? यीशु का अवस्था क्या हो रहा था? ഭയങ്കര ശക്തിയായിട്ട് നിൽക്കുകയാണ്. उसका आत्मा एकदम शक्तिशाली है. आत्मा बढ़ नहीं रहा है बल्कि प्रबल और शक्तिशाली है. ഇനി നമുക്ക് നമ്മളോടുള്ള ബന്ധത്തിൽ ഇനി നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. നമ്മളോട് अभी हमारे विषय में हम देखेंगे, നമ്മൾ ബലപ്പെടുന്നത് ഏത് വിഷയത്തിലാ? हम लोग किस बात में हम लोग बलवंत होते हैं? ഏത് വിഷയത്തിലാണ് നമുക്ക് ബലം കിട്ടുന്നത്? किस विषय में हमें बल मिलता है? നമ്മുടെ ദേഹിയെ ഉറപ്പിക്കുന്നതും നമ്മുടെ ദേഹിയെ ബലപ്പെടുത്തുന്നതും എപ്പോഴും നമ്മൾ ഭൗമിക വിഷയം കൊണ്ടാണ്. हमारा प्राण को हमें बलवंत करना, मजबूत करना हमेशा शारीरिक बातों में या संसार की बातों को लेकर है. നമ്മുടെ ആത്മാവ് ബലപ്പെടുന്ന ജ്ഞാനമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. हमें हमारा आत्मा बलवंत हो जाए उस रीति का ज्ञान हमें प्राप्त करना चाहिए. उसका ज्ञान का एक विश्वासी खोजी होना चाहिए. അതുകൊണ്ടാണ് കർത്താവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാം എന്നെ കൈവിടും. इसलिए ശിഷ്യന്മാർ പറയുകയാണ്,
പത്രോസ് പറയാ നിനക്ക് വേണ്ടി ചാകാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനെ രക്ഷിക്കുന്ന രീതിയിലൊക്കെയും സംസാരിക്കും. കർത്താവ് പറയാം നിങ്ങളെല്ലാം വ്യർത്ഥമാണ്, കാരണം എൻ്റെ പിതാവിനോടുള്ളത് കൊണ്ട് ഞാൻ ധൈര്യമായിട്ട് നിൽക്കും. तो वहां पर प्रभु को जब वहां पर पकड़ाए जाने का अवस्था में आते समय में चेले लोग सब क्या बोल रहे थे, प्रभु पूरा दुनिया अगर आपको छोड़ेगा तो भी हम लोग आपके साथ रहेंगे, हम लोग आपको अद्भुत रीति से बचाएगा, कुछ भी नहीं होगा करके. परंतु प्रभु ज्ञानवान था, उसने क्या बोला, तुम लोग सब मुझे छोड़ देंगे, कोई मुझे नहीं रहेगा, क्योंकि मैं जानता हूं कि मुझे संभालने वाला देखने वाला मेरा एक स्वर्गीय पिता है. वो उस धैर्य में वो आत्मा में हमेशा प्रबल था. അപ്പൊ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചോളം 12 ശിഷ്യന്മാർ, കാര്യപ്രാപ്തിയുള്ള 12 ശിഷ്യന്മാർ ഉള്ളത് കൊണ്ടും തനിക്ക് ഒരു ബലമുണ്ടെന്നുള്ള അല്ലെങ്കിൽ തനിക്ക് വലിയൊരു സഭ ഉണ്ടെന്നുള്ള നിലയിലും യേശു ക്രിസ്തു ബലപ്പെട്ടില്ല. യേശു ബലപ്പെട്ടാനുള്ള കാരണം അവന്റെ ദൈവത്തെ പിതാവിനേക്കുള്ള ജ്ഞാനമാണ് അവനെ ആത്മാവിൽ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നത്. तो यीशु मसीह का बल का कारण ये नहीं है कि देखो मेरे पास 12 चेले हैं जो एकदम शक्तिशाली है, वो लोग मुझे बचाने आएगा, मेरे पीछे मेरा सपोर्ट के लिए कलीसिया है, वो लोग मुझे देखेंगे बचाएंगे. वो बात मतलब जो शारीरिक बात है, सांसारिक बात है, वो बात पर बल नहीं था, बल्कि उनका बल उस बात पर था कि मुझे पिता के बारे में जो मुझे ज्ञान है वही मेरा बल है. അപ്പൊ നമ്മൾ പറഞ്ഞു ഭൗമികമായിട്ട് യേശുവിന് കയ്യിൽ പൈസ ഉണ്ടോ? शारीरिक रीति से प्रभु के पास कुछ पैसा है क्या? ഇല്ല. ബലപ്പെടാൻ വല്ലതും ഉണ്ടോ? उसके पास अब शारीरिक रीति से बल में आश्रय कर भरोसा करके जीने के लिए कुछ भी नींव बात है क्या उसके पास? എന്നാല് कुछ भी नहीं. കർത്താവ് മത്തായിയുടെ സുവിശേഷം 11 അധ്യായം मत्ती का पुस्तक 11 अध्याय में അതിന്റെ 25 വാക്യം 11 का 25 ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, उस समय में प्रभु यीशु ने कहा, പിതാവേ हे स्वर्गीय पिता സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ. जो स्वर्ग और पिता का प्रभु है. അപ്പൊ ഇവിടെ കർത്താവ് ഒന്ന് പറയാണ്, അതായത് എന്റെ പിതാവ് സ്വർഗത്തിനും ഭൂമിയും കർത്താവാണെന്ന്. वहां पर यीशु क्या बोल रहा है, देखो मेरा स्वर्गीय पिता है, मेरा पिता है जो स्वर्ग और पृथ्वी का प्रभु है. അത് ജ്ഞാനമാണോ? वो ज्ञान है क्या? ആ ജ്ഞാനത്തിലാണ് അവന്റെ ആത്മാവ് ബലപ്പെടുന്നത്. उस ज्ञान का बात पर था यीशु का आत्मा बल प्राप्त कर रहा था. എന്നിട്ട് പിന്നെ കർത്താവ് പറയുകയാണ്, और फिर कहता है അതിന്റെ 27 വാക്യം, 27 में എന്റെ പിതാവ് मेरा पिता സകലവും सब बातों को എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. मेरा हाथ में सौंपा है. നോക്കിയാൽ കാണുമോ? മനുഷ്യനെ मतलब- നോക്കിയാൽ ഇല്ല. ये बात देखेगा तो दिखाई देगा क्या? यीशु का हाथ में हाँ। सौंपा है करके कुछ कोई लोग देखेगा तो दिखता है क्या? कुछ भी नहीं है, परंतु ये ज्ञान की बात था. वो നമ്മളിത് യേശു മനുഷ്യനാന്ന രീതിയിലാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. मैं ये यीशु का मनुष्यत्व के रीति में उदाहरण में बोल रहा हूँ. അപ്പൊ യേശുവിന് ആത്മാവ്, അവന്റെ ആത്മാവും ബലം, അവന് ജ്ഞാനമുണ്ട്. എന്താ? എന്റെ പിതാവിന്റെ അല്ല എന്റെയാ. तो यीशु का आत्मा, उसको ज्ञान है कि जो कुछ मेरा पिता का है वो मेरा है. മനസ്സിലായോ? समझ रहे हैं ना? എങ്ങനെയാണ് ആത്മാവ് ബലപ്പെടുന്നത്? यीशु का आत्मा कैसा बलवंत हो रहा था. അപ്പൊ ഈ രീതിയിൽ इस तरीके से നമ്മൾ ജ്ഞാനം പ്രാപിക്കുകയും जब हम लोग ज्ञान प्राप्त करते हैं ആത്മാവിൽ ബലപ്പെടുകയും ചെയ്യണം. तब और फिर हम आत्मा में बल प्राप्त करना ഇനി है. ദൈവം നമുക്ക്, യേശു ഒരു മന്ദിരമാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു പറയാണ്, കർത്താവ് നമ്മളെ വേണ്ടി ഒരു വാക്യം വായിക്കാം. यीशु हमारे विषय में वो मंदिर है. നമ്മുടെ വിഷയത്തില്ല, ദൈവത്തിന്റെ മന്ദിരമാണ് യേശു ക്രിസ്തു. यीशु जो है परमेश्वर का मंदिर है. നമ്മളവിടെ വായിക്കുകയാണ്. അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായം यूहन्ना का सुसमाचार 2 अध्याय അതിന്റെ 17 വാക്യം, उसका 17वां वाक्य, സോറി അതിന്റെ 19 വാക്യം, 19वां वाक्य, 2 का 19. यीशु ने उनको उत्तर दिया, इस मंदिर को ढा दो और मैं इसे 3 दिन में खड़ा कर दूंगा. ഓക്കെ. ഈ മന്ദിരം 3 ദിവസം ये मंदिर को तोड़ दो. ഈ മന്ദിരം പൊളിപ്പി എന്ന് പറയുമ്പോൾ ദിവ്യജ്ഞാനം, ഈ മന്ദിരത്തിന്റെ അകത്ത് എന്താ ഉള്ളത് तो मतलब അതാണ് മനസ്സിലാക്കേണ്ടത്. ये मंदिर तोड़ो करके बोलते समय में हमें ज्ञान हो, हाँ। समझ होना जरूरी है. ये मंदिर में कौन है? ഈ മന്ദിരം ये मंदिर को നിങ്ങൾ പൊളിപ്പി. तुम लोग तोड़ दो. ഇനിയും फिर നമ്മളും അതുപോലൊരു മന്ദിരമാകണ്ടേ? उसी तरह हम भी एक मंदिर बनना है ना. ഒന്നും വസിക്കാത്ത, ഒന്നും ശൂന്യമായ ഒരു മന്ദിരമാണെങ്കിലോ? मतलब एक ऐसा मंदिर जिसमें शून्यता है, कोई निवास नहीं कर रहा है, ऐसा खाली मंदिर रहना है क्या? हम മന്ദിരം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണെന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? हम लोग परमेश्वर के मंदिर है करके बोलते समय में उनके उस मंदिर में कोई निवास कर रहा है क्या? നമ്മൾ പറയും കാറുണ്ട്, നമുക്ക് വലിയ ബിൽഡിങ്ങുകളുണ്ട്, നമുക്ക് ഒരുപാട് 100-200 സഭകളുണ്ട്. हम लोग അതാണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ हम लोग गवाही क्या देते हैं? मेरे पास कार है, बंगला है, मैं प्रभु में सेवा किया, 1000 लोग मेरे पीछे आया, अभी बड़ा 10-12 कलीसिया है मेरे नाम में, ये सब बातों को मैंने मंदिर में डाल के रखा है. അത് ദൈവത്തിന്റെ മന്ദിരമല്ല. तो वो परमेश्वर का मंदिर नहीं है. അപ്പൊ ദൈവം തന്നെ മന്ദിരം പണിയുന്നത്, ഭവനം പണിയുന്നത് നമ്മൾ സദൃശ്യവാക്യങ്ങൾ 24 അധ്യായം हम लोग नीति वचन 24 में जब पढ़ते समय में 3 വാക്യം 24 4 സദൃശ്യവാക്യങ്ങൾ 3 വാക്യമല്ലേ? 24ന്റെ 24 का 3. घर बुद्धि से बनता है
और समझ के द्वारा ഓക്കെ ഓക്കെ എങ്ങനെയാണ് ഒരു വീട് പണിയുന്നത്? एक घर को कैसा बनाते हैं हम? വീട് പണിയാൻ എന്ത് വേണം? ज्ञाനം വേണം. घर बनाने के लिए വീടിന്റെ ഉള്ളിൽ എന്തെങ്കിലും വേണ്ടേ? घर बनाने के लिए बुद्धि चाहिए। तो घर के अंदर क्या है, कुछ रहना चाहिए ना, घर बना रहे तो। ആ വായിച്ചേ. पढ़ना? बुद्धि से बनता है हाँ। और समझ के द्वारा स्थिर होता है। ആ ज्ञान के द्वारा पोटरियां हाँ। सब प्रकार के बहुमूल्य और मनोहर वस्तुओं से भर जाती हैं। ആ നോക്കുക, ഇതാണ് യേശു ക്രിസ്തു. ये है यीशु मसीह। ഇങ്ങനെ ആലയം മുഴുവനും ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ടും ദൈവത്തിന് അവനല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപം വസിക്കുന്നത്. तो ये है प्रभु यीशु मसीह का जो व्यक्ति, यानी कि वो यीशु मसीह कौन है? परमेश्वर का सब संपूर्ण बातों का देहधारी होकर आया है वो। നമ്മൾ കൊലോസ് ലേഖനം कोलोसों का पुस्तक 2-ാം അധ്യായം, दूसरा अध्याय, കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ कोलोसे 2 का 9 में हम पढ़ते हैं। വായിക്കേ. 2 का 9 पढ़े। क्योंकि उसमें ईश्वरत्व की सारी परिपूर्णता सदैव वास करती है। ആ ഇതെങ്ങനെ വന്നു യേശുവിനെ? अब ये यीशु में कैसा है? कोलोसे 2:9 में നമ്മൾ ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ യേശു ക്രിസ്തു ആരാണ്? ദൈവം വസിക്കുന്ന മന്ദിരമാണ്, हमें एक बात समझना है। വീടാണ്. यीशु मसीह जो है उनका मनुष्य का रूप में हम बता रहे हैं कि यीशु मसीह मनुष्य के रूप में परमेश्वर का मंदिर है, यानी कि परमेश्वर का सब बातें देहधारी होकर उसमें निवास करता है। അവരിൽ ജ്ഞാനം നിറഞ്ഞു, उसमें ज्ञान से भर गया, ആത്മാവ് ബലപ്പെട്ടു വന്നു. आत्मा में बलवंत हुआ। ഇതെല്ലാം പിതാവിനെ കുറിച്ചാണ്, ये सब पिता के बारे में बोल रहे हैं, നിത്യതയെ കുറിച്ചാണ്, अनंतता के बारे में, സ്വർഗീയമാണ്. स्वर्गीय है। അപ്പോൾ അവൻ പറയുകയാണ്, ഏത് പ്രതികൂല സാഹചര്യത്തിലും പറയുന്നത്, എന്റെ പിതാവ് ഭൂമിയിലുള്ള യോസഫ് അല്ല. तो इसलिए वो कोई भी परिस्थिति क्यों ना हो, एकदम धैर्य से निर्णय होकर वो बोल सकता है कि भूमि में जीते समय में मेरा पिता यूसुफ नहीं है। അപ്പം വീണ്ടും ജനിച്ചിട്ടും നമ്മുടെ മാനുഷികമായ പിതാവിനോടുള്ള ബന്ധത്തിൽ മാത്രമാണ് നമ്മുടെ അറിവിരിക്കുന്നതെങ്കിൽ, तो नया जन्म होने के बाद भी वो व्यक्ति का जीवन में उसका जानकारी के विषय में देखा जाए तो उस भूमि के बातों का ही अगर उसका जानकारी है, उदाहरण में उसका सच्चा पिता जो भूमि का है करके, अगर वही जानकारी में वो सीमित है तो वो अभी तक नया जन्म नहीं पाया हो। അപ്പോൾ അവിടെ നമ്മള് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിന്റെ ഉപദേശത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നു. मत्ती का 23 जब हम पढ़ते समय, मैथ्यू 23, അവിടെ അതിന്റെ 23-9 എല്ലാം വാക്യം നമുക്ക് ഡിസ്കസ് ചെയ്യണം. 9-ാം വാക്യം, वाक्य 9 पढ़ेंगे। നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്. 9 पढ़े। पृथ्वी पर किसी को अपना पिता न कहना, हाँ। क्योंकि तुम्हारा एक ही पिता है जो स्वर्ग में है। കാരണം സ്വർഗീയൻ അത്ര कि वो स्वर्गीय पिता ही तुम्हारा पिता है। എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? तो इसका अर्थ क्या है? നമുക്ക് ജഡത്തിൽ ഒരു മാതാവും പിതാവും ഉണ്ട്. हमको शारीरिक रीति से एक माता पिता है, അവരെ അമ്മയെന്നോ അപ്പയെന്നോ വിളിക്കുന്ന അർത്ഥത്തിലല്ല. तो उनको माता पिता बोलने का वो विषय नहीं है। ഒരു ഇറ്റേണൽ പിതൃത്വം. കാരണം ഈ മാതാപിതാക്കളുടെ പിതൃത്വം നഷ്ടപ്പെടുമായിരിക്കുമ്പോൾ, क्योंकि एक अनंतता का एक पिता वहां पर है, क्योंकि मेरा माता पिता जो शरीर में है, भूमि में है, उनका माता पिता का जो अधिकार है वो इस भूमि में खत्म हो जाएगा। എന്നാൽ परंतु പിന്നെ തുടർന്ന് ഒരു പിതൃത്വം ഇല്ലാത്തവന്റെ പിതാവ് ആരാണെന്ന് അറിയാമോ? परंतु वो मर जाने के बाद उसके बाद एक पिता तो जो जिसके अनंतता का पिता जिसके पास नहीं है, उनका पिता कौन रहेगा फिर? അവനാണ് അനാഥൻ എന്ന് പറയുന്നത്. वही लोग अनाथ रहने वाले हैं। എന്താണ് വേദപുസ്തക പ്രകാരം അനാഥൻ എന്ന് പറഞ്ഞാൽ അപ്പൻ ഇല്ലാത്തവൻ എന്നാണ് അർത്ഥം. यानी अनाथ मतलब क्या है? जिसके पास पिता नहीं है। അപ്പോൾ നമുക്ക് പിതാവ് ഉണ്ടോ? तो हमको पिता है क्या? അത് ആര് മനസ്സിലാക്കി തരണം? ये बात कौन समझा के देना चाहिए हमें? ദൈവത്തിന്റെ ആത്മാവ് परमेश्वर का आत्मा നമ്മുടെ ആത്മാവിൽ അത് വെളിപ്പെടുത്തിയിട്ട് ഹൃദയത്തിൽ ആ ജ്ഞാനം ഉണ്ടാകണം. हमारे मनुष्य आत्मा में ये बात समझाकर हमारे हृदय में वो ज्ञान और पहचान होना चाहिए। അപ്പൊ 12 വയസ്സുള്ള യേശുവിന്റെ ഹൃദയത്തിലുള്ള അതേ കാര്യം തന്നെ എന്റെ ഹൃദയത്തിലുണ്ട്. तो 12वीं उम्र में जब यीशु के पास जो ज्ञान था वो आज मेरे हृदय में भी आना चाहिए। അത്രയും വലിപ്പമില്ലെങ്കിലും भले ही उतना बड़ा विशाल ज्ञान नहीं है तो भी സാരാംശത്തിൽ യേശുവിന്റെ പിതാവ് എന്റെയും പിതാവാണ്. അതാണ് കർത്താവ്. तो एक विषय में अगर हम लोग कहे, एक बात तो हम बोल सकते हैं ना कि यीशु मसीह का जो स्वर्गीय पिता है वही हमारा पिता है। അപ്പൊ ഈ ആലയത്തിൽ വല്ലതും ഉണ്ടോ? तो ये मंदिर में कोई है क्या വിലപ്പെട്ടത്? जो सबसे मूल्य, जैसा कमरे के अंदर हम लोग बहुमूल्य चीजों से भरते हैं, वो बहुमूल्य चीज और कौन है? पिता, स्वयं पिता है। അപ്പോൾ ഏതൊരു സന്ദർഭം വന്നാലും इसलिए कोई भी परिस्थिति क्यों ना आए, ദൈവം എന്റെ പിതാവാണെന്നുള്ള ജ്ഞാനം परमेश्वर मेरा पिता है करके ये ज्ञान അവന്റെ ആത്മാവിനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. उसका आत्मा को बलवंत करते जा रहा था। ഈ ബലമില്ലാത്തവൻ ബലഹീനനാണ്. ये बल जिसके अंदर नहीं है वो कमजोर है।
അവനെ ഏത് തരത്തിലും ആരെയും വേണേ അവനെ പേടിപ്പിക്കാം. यानी कि वो ऐसा लोगों को कोई भी आकर डराएगा तो डर जाएगा. ഇനിയും പൗലോസ് ഈ കാര്യം ആത്മാവിൽ വെളിപ്പെടുത്തുമ്പോൾ पौलुस जब ये बात आत्मा में प्रकट करते समय में നമ്മൾ 1 കൊരിന്ത്യർ 18 അധ്യായത്തിൽ पहला कोरिन्थी 18 अध्याय യേശുവിന് ഉണ്ടായിരുന്ന ഈ ജ്ഞാനം നമുക്കില്ലെങ്കിൽ യേശു के നമ്മളുടെ यीशु के पास ये जो ज्ञान था वो ज्ञान अगर हमारे में नहीं है तो നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഭീരുവായിരിക്കും. हम लोग इस दुनिया के सबसे बड़ा डरपोक लोग हैं. അതായത് എന്താ അറിയാം, അവിടെ നമുക്ക് വായിക്കാം. അതായത് നമ്മള് 1 കൊരിന്ത്യർ 8 അധ്യായം पहला कोरिन्थी 8वां अध्याय അതിന്റെ നമുക്കതിന്റെ ഒരു മുകളിലെ ഈ നമുക്കതിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. उसका वाक्य 6 पढ़ेंगे. तो भी हमारे लिए तो एक ही परमेश्वर है, अर्थात पिता, जिसके ओर से सब वस्तुएं हैं और हम उसी के लिए हैं, और एक ही प्रभु है, अर्थात यीशु मसीह, जिसके द्वारा सब वस्तुएं हुई और हम भी उसी के द्वारा हैं. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. അടുത്ത വാക്യം 7 का शुरुआत पढ़ना. पर सबको यह ज्ञान नहीं, परंतु सबके पास ये ज्ञान नहीं है. जो हमारा एक ही पिता है, स्वर्ग का पिता, ये बात सबके पास ये ज्ञान नहीं है. അപ്പൊ ഈ ജ്ഞാനമില്ലെങ്കിൽ तो ये ज्ञान नहीं रहेगा तो താപ്പോട്ട് നമ്മൾ വായിക്കുകയാണ്. नीचे पढ़ते रहेंगे तो हम देखते हैं. അതായത് അതിന്റെ 10-ാം വാക്യത്തിൽ उसका 10वां वाक्य में ബലഹീനനെങ്കിൽ यदि तू कमजोर ബലഹീനൻ है എന്ന് तो കണ്ടോ? അവന്റെ മനസാക്ഷി. മനസാക്ഷി. ഈ മനസാക്ഷിയാണ് ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത്. तो यहाँ पर यदि वो कमजोर रहेगा तो उसका विवेक 10 पढ़ना. इसी रीति से तेरे ज्ञान के कारण वह निर्बल भाई जिसके लिए मसीह मरा नष्ट हो जाएगा. इस प्रकार भाइयों के विरोध अपराध करने से ഇവിടെ നമ്മള് तो वहाँ पर will not conscious who is weak. മനസാക്ഷി ബലഹീനമാണ്. കേട്ടോ, 8-ാം വാക്യം. മനസാക്ഷി ബലഹീനം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ മനസാക്ഷിയാണ് വേദപുസ്തകത്തിൽ പറയുന്നത് എന്ത്? ആത്മാവ്, മനുഷ്യാത്മാവ് എന്ന് പറയുന്നത്. ആത്മാവിൽ अच्छा, ബലപ്പെടുന്ന ബലഹീനമായ 7 का आखिरी भाग पढ़ना. और उनका विवेक निर्बल होने के कारण देखो उनका विवेक निर्बल होना के बारे में विवेक देखो बाइबल में जब विवेक करके बोलते समय में विवेक किसका भाग है? आत्मा का भाग है, मनुष्य आत्मा का भाग है. तो ये व्यक्ति जो व्यक्ति को प्रभु का सही रीति से ज्ञान और पहचान नहीं रहेगा तो वो व्यक्ति का आत्मा का अवस्था क्या है? एकदम कमजोर है, बलवंत नहीं है, बलशील नहीं है, कम है, कमजोर है वो. അപ്പൊ ഒരു മനുഷ്യന്റെ ആത്മാവ് ബലഹീനമാണെങ്കിൽ तो एक व्यक्ति का आत्मा अगर कमजोर है तो 12 വയസ്സുള്ള യേശുവിന്റെ യാതൊരു ഗുണവും നമ്മൾ 60 കൊല്ലം ആയിട്ടുമില്ല. तो वो 12 साल का यीशु का जो सामर्थ था वो व्यक्ति के वो विश्वासी का जीवन में वो विश्वासी भले 60 उम्र का भी क्यों ना हो उसके अंदर कोई भी कार्य प्रबलशाली नहीं होगा. ഒരു വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മള് റോമാലേഖനം 1-ാം അധ്യായം रोमियो का पुस्तक पहला अध्याय അതിന്റെ 1-ാം അധ്യായത്തിന്റെ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. वाक्य 10. और नित्य अपनी प्रार्थनाओं में विनती करता हूँ कि किसी रीति से अब तुम्हारे पास आने की मेरी यात्रा परमेश्वर की इच्छा से सफल हो, आगे. क्योंकि मैं तुमसे मिलने की लालसा करता हूँ कि मैं तुम्हें कोई आत्मिक वरदान दूं. റോമാലേഖനം 10 വായിക്കുകയാണ്. സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ആ കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. 9 में पढ़ना. 9. परमेश्वर जिसकी सेवा मैं अपनी आत्मा से उसके पुत्र के सुसमाचार के विषय में करता हूँ. അവിടെ നോക്കുക. അപ്പം അവൻ ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണ്? तो वहाँ पर 9 में कहते हैं कि वो परमेश्वर का आराधना परमेश्वर का सेवा कैसा करता है? आत्मा के मेरे आत्मा के द्वारा मतलब पौलुस अपने आत्मा के द्वारा परमेश्वर का ദൈവത്തെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്? परमेश्वर का आराधना क्यों कर रहा है? वो सेवा क्यों कर रहा है? അവന്റെ अपने आत्मा के द्वारा वो कर रहा है. എന്നാൽ 2 തീമോഥെയോസിൽ പറയുന്നത് എന്റെ മനസാക്ഷി എന്നാണ്. परंतु दूसरा ഈ ആത്മാവിനെയാണ് ഈ മനസാക്ഷി എന്ന് പറയുന്നത്. तो दूसरा तिमोथी में जब पढ़ते समय में मैं मेरे विवेक के साथ में प्रभु का सेवा कर रहा हूँ करके बोला. तो मतलब ये विवेक मतलब किसका भाग है? आत्मा का भाग है. നമ്മള് തീമോത്തി 1 തീമോത്തി पहला तिमोथी. കാരണം നമ്മുടെ ആത്മാവിൽ ബലപ്പെട്ടിരിക്കേണ്ടത് മനസാക്ഷിയാണ്. क्योंकि हमारे आत्मा में जो सबसे ज्यादा बलवंत होना चाहिए वो विवेक है. നമ്മൾ അവിടെ വായിക്കാം 2 തീമോത്തി 1-ന്റെ 4-ാം വാക്യം. दूसरा तिमोथी 1 का 4 में हिंदी में 3 है. जिस परमेश्वर की सेवा मैं अपने बापदादों की रीति पर शुद्ध विवेक से करता हूँ. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണ്? तो परमेश्वर का आराधना वो कैसा करता है? विवेक से. റോമാലേഖനം
1-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്? तो वो रोमियो का पुस्तक 1:9 में जब हमने पढ़ा कि मैं मेरा आत्मा से मैं परमेश्वर का सेवा कर रहा हूँ। സെക്കൻഡ് തിമോത്തി 1:4. दूसरा तिमोथी 1:3 पढ़ते समय में वहां पर हम देखते हैं कि वो कहता है कि हाँ। मैं परमेश्वर को मेरा विवेक से मैं सेवा कर रहा हूँ। അതിന്റെ അർത്ഥം എന്താണ്? तो उसका अर्थ क्या है? ഈ ആത്മാവിന്റെ ആ ഭാഗമാണ് എന്ത്? മനസാക്ഷി. तो आत्मा का वो भाग है विवेक। അപ്പോൾ നമ്മുടെ ആത്മാവ് ബലപ്പെടുക എന്ന് പറഞ്ഞാൽ മനസാക്ഷി ബലപ്പെടുന്നതാണ്. तो आत्मा बलवंत होना चाहिए बोलते समय में आत्मा का कौन सा भाग बलवंत होना है? विवेक बलवंत होना है। ഇനി നമുക്ക് വേറെ വാക്യം കൂടെ വായിക്കാം. और एक वाक्य हम ഈ पढ़ेंगे ആത്മാവാണ് മനസാക്ഷി എന്നുള്ളത്. कि आत्मा में विवेक है करके जानने के लिए നമുക്ക് റോമലേഖനം 9-ാം അധ്യായം रोमियो का पुस्तक अध्याय 9 ആ, रोमन्स चैप्टर റോമലേഖനം 9 9-ന്റെ അതായത് എനിക്ക് ഹൃദയത്തിൽ വലിയ ഇടപെടാതെ നോവ് ഉണ്ട് എന്ന് എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷി. ആ പരിശുദ്ധാത്മാവ് സാക്ഷി പറയുന്ന ആരോടാണ്? 9 का 1 पढ़ना। मैं मसीह में सच कहता हूँ, मैं झूठ नहीं बोल रहा और मेरा विवेक भी पवित्र आत्मा में गवाही देता है। देखो मेरा विवेक पवित्र आत्मा में गवाही देता है। അല്ലേ? അപ്പം നമ്മുടെ മനസാക്ഷിയോടാണ് ആത്മാവ്. तो आत्मा किसको आके गवाही देता है? विवेक को गवाही देता है। ആ, ഇനി നമ്മള് അത് തന്നെ നമ്മൾ ഒന്നുകൂടെ പറയുമ്പോൾ उसको और एक अर्थ में पढ़ेंगे तो നമ്മള് 8-ാം അധ്യായം റോമാലേഖനം 8-ാം അധ്യായം 8वां अध्याय അതിന്റെ 16-ാം വാക്യം वाक्य 16 आत्मा आप ही हमारी आत्मा के साथ ആണോ? गवाही ഇവിടെ देता है। ആത്മാവിനോട് സാക്ഷി പറയുന്നു. यहाँ पर देखो आत्मा हमारे आत्मा से गवाही देता है। അടുത്ത അധ്യായത്തിൽ പറയുകയാണ് ആത്മാവ് विवेक। മനസാക്ഷിയോട്. परंतु अगला अध्याय में हमने क्या पढ़ा? കാര്യങ്ങൾ എടുത്ത് എന്തിനാണ്? परंतु अगला अध्याय में हमने क्या पढ़ा कि ഒരാളുടെ आत्मा विवेक। ആത്മാവ് ബലഹീനമാണെങ്കിൽ तो ये सब लेने का विषय मैं क्यों बताना चाहता हूँ? एक व्यक्ति का अगर आत्मा अगर कमजोर है तो ആകാൻ കാര്യം उसका होने का कारण यह है അവൻ ദൈവത്തെ പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും പരിജ്ഞാനമില്ല. क्योंकि उसको पिता का विषय में और पुत्र का विषय में सही ज्ञान नहीं है। അപ്പൊ യേശു എങ്ങനെയാണ് അവന്റെ ആത്മാവിനെ ബലപ്പെടുത്തത്? यीशु ने अपना आत्मा को कैसा बलवंत किया? അവന്റെ പിതാവിനെ കുറിച്ചുള്ള ജ്ഞാനം. वो पिता का जानकारी के बढ़ोतरी की वजह से। എന്നാൽ നമുക്ക് परंतु हमें യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് വേണ്ടത്. यीशु मसीह के बारे में ज्ञान का पहचान होना चाहिए। ക്രിസ്തു ഉണ്ടെങ്കിൽ പിതാവുണ്ട്. क्योंकि जिसके पास पुत्र है उसके पास पिता भी है। അപ്പൊ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത इसलिए मसीह का उस पहचान का उस उत्तमता के श्रेष्ठता में हम देखते हैं। അപ്പോൾ നമ്മുടെ ഏത് വിഷയത്തിലും എനിക്ക് ഒരു പാപത്തിന്റെ വിഷയം വന്നാലും ലോകത്തിന്റെ വിഷയം വന്നാലും ജഡത്തിന്റെ വിഷയം വന്നാലും സാത്താൻ വന്നെന്ന് പറഞ്ഞാലും ഞാൻ ബലപ്പെട്ടിരിക്കുന്നതിന് കാരണം എനിക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിക്കുമ്പോൾ എന്റെ ആത്മാവ് നല്ല ശക്തിയുള്ളതായിരിക്കും. तो इसके लिए मेरे खिलाफ कुछ भी संसार का बात है, पाप का विषय, कोई भी स्वयं का बात है, कुछ भी बातें मेरे खिलाफ आते समय में उस समय में मैं एकदम बलवंत होकर जीने का कारण क्या है? उस मसीह का पहचान का उत्तमता की वजह से। അപ്പൊ നേരത്തെ നമ്മൾ കണ്ടു, पहला हमने देखा ഇവിടെ നമ്മൾ कണ്ടത് क्या हमने देखा था? മത്തായിയുടെ സുവിശേഷം मत्ती का सुसमाचार में 11-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു 11 में हमने देखा എന്റെ പിതാവ് എല്ലാം എനിക്ക് തന്നു. मेरा पिता ने मुझे सब दिया है। അപ്പൊ ഇതുപോലെ തന്നെയാണ് റോമാൻ നമ്മൾ വായിക്കുന്നത് 1 कोरिന്ത്യർ यही बात हम पहला कोरिन्थियों में पढ़ते समय में നമ്മൾ 1 कोरिന്ത്യർ 1-ാം അധ്യായം पहला अध्याय 1-ാം അധ്യായത്തിലെ 2-ാം അധ്യായത്തിന്റെ सॉरी दूसरा अध्याय അല്ലല്ല 1 कोरिന്ത്യർ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ 2:10 में हम पढ़ते हैं परंतु परमेश्वर ने उनको अपने आत्मा के द्वारा हम पर प्रकट किया, क्योंकि आत्मा सब बातें वरन परमेश्वर की गूढ़ बातें भी जानता है। 10-ാം വാക്യം अदर അതായത് ऑल थिंग्स 12-ാം വാക്യം सॉरी 12 वाक्य ആ परंतु हमने संसार की आत्मा नहीं, परंतु वह आत्मा पाया है जो परमेश्वर की ओर से है, कि हम उन बातों को जाने जो परमेश्वर ने हमें दी है। നമുക്ക് ദൈവം സൗജന്യമായി തന്നത് അല്ലേ? उधर हमें ऐसा हिंदी में आना चाहिए कि जो परमेश्वर ने हमें मुफ्त में दिया है, പക്ഷെ വല്ല പിടുത്തമുണ്ടോ തന്നെന്ന്? परंतु हमें कुछ भी मालूम है क्या कुछ दिया है करके? ആ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് ആത്മാവ് ബലഹീനമാണ്. क्योंकि ज्ञान नहीं होने की वजह से मनुष्य आत्मा कमजोर है। മറ്റേത് യേശു എങ്ങനെ ജീവിച്ചത്? यीशु कैसा जी रहा था? എന്റെ പിതാവ് എല്ലാം എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. मेरा पिता ने सब कुछ मुझे दिया है। പക്ഷെ യേശുവിന് ഭയങ്കര ശക്തിയായിരുന്നു. जिसके वजह से यीशु एकदम सामर्थी था, കാരണം അവൻ ജ്ഞാനത്താൽ നിറഞ്ഞു, क्योंकि वो ज्ञान से भर गया था, ആത്മാവിൽ ബലപ്പെട്ടു. आत्मा में बलवंत हो रहा था। ഇതുപോലെ ദൈവം എല്ലാം നമുക്ക് തന്നിരിക്കുക. उसी तरह परमेश्वर ने सब कुछ हमें दिया है। ഒരു നയാ പൈസ കൊടുക്കണ്ട, हमें कुछ पैसा देने का जरूरत नहीं है, സൗജന്യമായിട്ട്. मुफ्त में दिया है। പക്ഷെ ഒരു വിവേകവും ഇല്ല. परंतु उसके विषय में कुछ जानकारी नहीं है। അപ്പൊ എന്തെങ്കിലും ഒരു പട്ടി കുരച്ചാൽ പേടിച്ച് നടക്കുക. तो फिर क्या छोटा सा कुत्ते ने क्या भोग लिया, हम लोग डर के कांपते हुए चलते हैं फिर।
മന്ദിരമാണോ? मंदिर है क्या? എന്തെങ്കിലും അകത്ത് വേണ്ടേ? मंदिर है तो कोई अंदर रहना चाहिए। ജ്ഞാനത്താൽ അതിന്റെ അറകളിലെല്ലാം तो उस ज्ञान के द्वारा मंदिर के हर कमरों में ആ സ്വർഗീയതായ ട്രഷർ നിറഞ്ഞു വരുന്നു. वो स्वर्गीय धन उसमें भरते रहना चाहिए। അതാണ് മന്ദിരം. वही सच्चा मंदिर है। അപ്പൊ കർത്താവായ യേശു ക്രിസ്തു അവൻ ആത്മാവിൽ ബലപ്പെട്ടത് അവന് ദൈവത്തെ കുറിച്ചുള്ള സമ്പൂർണ്ണ ജ്ഞാനമുണ്ടായിരുന്നതുപോലെ ഇനിയും നമുക്ക് മനസ്സിലാകണം, ഭൂമി സംബന്ധമായിട്ടല്ല ദൈവം നമ്മളെ ആരാണെന്നും യേശു ക്രിസ്തു നമുക്ക് അതാണ് ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ ആ ജ്ഞാനം എന്താണ്? നിത്യജീവനാണ്. तो इसके लिए यीशु मसीह अपने जीवन में जब जीते समय में पिता का सारा ज्ञान वो अपने हृदय में उसका आत्मा में वो भरा हुआ था, जिसमें वो बलवंत होते जाता था। उसी तरीके से उसी रीति से हमारा अपना आत्मा में प्रभु का वो सारा ज्ञान से हमें भरकर मतलब पिता के बारे में और पुत्र के बारे में सब ज्ञान होना चाहिए। इसलिए एकमात्र परमेश्वर का पुत्र के बारे में जानकारी होना ही, ज्ञान होना ही अनंत काल का जीवन है। അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇനിയും ഇത് ബലപ്പെടുത്തിയാണ് നമ്മൾ ഇനി നോക്കേണ്ടത്? അപ്പൊ എങ്ങനെ നമുക്ക് യേശുവിന്റെ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹോളി സ്പിരിറ്റിനെ കുറിച്ചല്ല കേട്ടോ. तो इसलिए यीशु का आत्मा के യേശുവിന് ഒരു समान മനുഷ്യാത്മാവ് ഉണ്ടെന്ന് വിശ്വാസം ഉണ്ടോ? അവൻ മരിക്കാൻ നേരം തന്റെ ദേഹിയെ ക്രൂശിൽ ഏൽപ്പിച്ചിട്ട് അവന്റെ മനുഷ്യാത്മാവിനെ പിതാവിനെ ഏൽപ്പിച്ചു. तो इसके लिए हमें समझना है यीशु का आत्मा के समान भी हमारा आत्मा होना चाहिए। बोलते समय में सबसे पहला आत्मा बोलते समय में पवित्र आत्मा का बात नहीं कर रहा हूँ, यीशु मसीह का मनुष्य आत्मा के बारे में बोल रहा हूँ। यीशु मसीह जब क्रूस में मरते समय में उसने क्या कहा? मैं मेरा आत्मा को पिता को सौंपता हूँ। അപ്പോൾ ഇനി നമ്മള് ഇവിടെ മനസ്സിലാക്കുകയാണ് ദൈവം തന്റെ പുത്രനെ സ്നേഹിക്കുന്നു എന്നുള്ള അറിവ് ആർക്കുണ്ട്? इसलिए परमेश्वर अपने पुत्र से प्रेम करता है करके ये जानकारी किसको है? യേശു തന്റെ പിതാവ് അവനെ സ്നേഹിക്കുന്നു ആർക്കറിയാം? यीशु जानता है कि उसका पिता उसे प्रेम करता है करके कैसा जानता है? आत्मा में। എന്നെ സ്നേഹിക്കാൻ ഈ അഖിലാണ്ടത്തിന് ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവന്റെ ആത്മാവ് ബലപ്പെട്ടിരിക്കില്ലേ? तो जब यीशु को मालूम है कि ये ब्रह्मांड को सिरजा हुआ वो परमेश्वर मुझसे प्रेम करता है बोला, तो उसको फिर किस बात का डर रहेगा क्या? ഇത് തന്നെയാണ് നമ്മൾ റോമലേഖനം 5-ാം അധ്യായത്തിന് 5-ാം വാക്യം. यही हम लोग रोमियो 5:5 पढ़ते समय में हम देखते हैं। കാരണം കർത്താവ് നമുക്ക് വായിക്കാം, അതായത് നമ്മള് യോഹന്നാന്റെ സുവിശേഷം യോഹന്നാ का सुसमाचार 15-ാം അധ്യായം उसका 15 अध्याय അതിന്റെ 15-ന്റെ 9-ാം വാക്യം. 15 का 9 എന്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. जैसा पिता ने मुझसे प्रेम रखा वैसा ही मैंने तुमसे प्रेम रखा. നോക്കുക, യേശു തന്റെ പുത്രനെ സ്നേഹിച്ചതുപോലെ मतलब पिता ने जिस യേശു तरह എന്ത് ചെയ്യുന്നു? നമ്മെ സ്നേഹിക്കുന്നു. ഇനിയും जिस നമ്മള് तरह पिता यीशु से प्रेम करता है उस तरह यीशु हमसे प्रेम करता है। ഇനിയും വേറൊരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ 17-ാം അധ്യായം 17 अध्याय യോഹന്നാൻ 17-ാം അധ്യായം യോഹന്നാ का सुसमाचार 17 अध्याय അതിന്റെ 23-ാം വാക്യം. 23 मैं उनमें और तुम मुझ में कि वे सिद्ध होकर एक हो जाए और संसार जाने. पढ़ो 23 अदन पढ़ो और संसार जाने कि तू ही ने मुझे भेजा और जैसा तूने मुझसे प्रेम रखा वैसा ही उनसे प्रेम रखा. കണ്ടോ, ഇവിടെ ആര് സ്നേഹിക്കുന്നു? इधर कौन किससे प्रेम करता है? ഇവിടെ 15-ാം അധ്യായത്തിൽ ആര് സ്നേഹിക്കുന്ന പറഞ്ഞത്? 15 अध्याय में हमने क्या पढ़ा? कौन किससे प्रेम करता है? യേശു ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു. यीशु मसीह हमसे प्रेम करता है. ഇവിടെ യേശു പറയുന്നത് ഞാൻ സ്നേഹിക്കുന്നല്ല, इधर यीशु क्या बोल रहे हैं कि मैं तुमसे प्रेम कर रहा हूं, ऐसा എന്റെ नहीं. പിതാവ് मेरा पिता എന്നെ സ്നേഹിക്കുന്ന അതേ മെഷറിൽ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പൊ നമ്മളെ സ്നേഹിക്കാൻ എത്ര പേരുണ്ട്? तो यीशु मसीह को पिता परमेश्वर जितना माप से यीशु से प्रेम करता है वही पिता हमें भी वही माप से प्रेम करता है. तो 15 में पढ़ा यीशु हमसे प्रेम करता है, 17 में पढ़ा पिता भी हमसे प्रेम करता है. तो कितने लोग हमसे प्रेम कर रहे हैं अभी? पिता भी है, पुत्र भी है. യേശുവിനെ സ്നേഹിക്കാൻ ആരുണ്ട്? यीशु को प्रेम करने के लिए कौन है? കേട്ടോ, पिता है. ഇതാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്. ഈ ഈ പിതാവിന്റെയും പുത്രന്റെയും സ്നേഹം എവിടെ കൊണ്ടുവന്നു? നമ്മുടെ ഹൃദയത്തിൽ यही रोमियो 5:5 में पढ़ते समय में ये पिता और पुत्र का ये प्रेम को हमारे आत्मा में पवित्र आत्मा के द्वारा उंडेला गया है. എന്നിട്ടും ബലപ്പെടുന്നില്ല. फिर भी अगर हम लोग बलवंत नहीं हो रहे तो എന്താ അറിയാമോ? कारण क्या है? അപ്പൊ ഈ കാര്യത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് യോഹന്നാന്റെ ലേഖനം. पहला യോഹന്നാ में हम पढ़ते समय കാരണം में യേശു വെറും ഒരു മന്ദിരമല്ല, यीशु कोई साधारण मंदिर नहीं है. ദൈവത്തിന്റെ എല്ലാ സ്നേഹത്തിന്റെ നിറവും നിറഞ്ഞ വ്യക്തിയാണ് യേശു ക്രിസ്തു. परमेश्वर का प्रेम का पूरा भंडारता से भरा हुआ मंदिर है प्रभु. ഇനി നമ്മള് 1 യോഹന്നാൻ 1 യോഹന്നാൻ 4-ാം അധ്യായം. पहला യോഹന്നാൻ 4 का 1 യോഹന്നാൻ 4-ാം അധ്യായം. ഇനി 18-ാം വാക്യം നമ്മൾ വായിക്കുകയാണ്. उसका 18 में हम पढ़ते हैं. യേശു ലോകത്തിൽ
33 വർഷം ജീവിച്ചില്ലേ? यीशु दुनिया में 33.5 साल जिया ना। അതല്ല 12ാമത്തെ വയസ്സിലുള്ള കാര്യം നമ്മൾ കണ്ടത്. हम लोग ने उसमें का सिर्फ 12वां उम्र में उसने क्या किया वही बात हमने देखा। പൈതൽ വളർന്നു, बालक बड़ा, ജ്ഞാനം നിറഞ്ഞു, ज्ञान से भरा, ആത്മബലപ്പെട്ടു. आत्मा में बलवंत हुआ। ഇനി നമ്മൾ 60 ഇരിക്കട്ടെ. अभी सोचो हमारा साल 60 है, सोचो ഇനി അവൻ ഇരുന്നത് ലോകത്ത് ഇരുന്നത് പോലെ, അവൻ 12ാം വയസ്സിൽ ഇരുന്നത് പോലെ तो वो जैसा वो जिया, यीशु 12वां उम्र में कैसा जिया, वैसा हम लोग इस दुनिया में 60वां उम्र में जी रहे हैं। ലോകത്തിൽ നാമും ഇരിക്കുന്നു. वो इस तरह संसार में हम भी जी रहे हैं। കണ്ടോ? പക്ഷെ നമുക്ക് പേടിയാ. परंतु हमें क्या है? डर है। യേശുവിന് ആരെയും പേടിയില്ലായിരുന്നു. കാര്യം എന്താ? അവൻ ആത്മാവിൽ ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. 17 का बी पार्ट में जैसा वो है वैसा हम भी इस दुनिया में है, परंतु हमारे अंदर डर है। पर यीशु वैसा नहीं था, वो ज्ञान से वो भर रहा था, आत्मा में बलवंत हो रहा था। ആത്മാവ് ബലഹീനമായില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പീഡ അനുഭവിക്കേണ്ടി വരും. अगर आत्मा बलवंत अगर नहीं हो रहा है तो कमजोर रहेगा, तो हमें बहुत सतावट पीड़ा में जाना पड़ेगा। वाक्य 18 में സ്നേഹത്തിന് ഭയമില്ല, प्रेम में भय नहीं। നമുക്ക് എന്നുള്ള പേടി, കൊറോണ വരും ചാവുമെന്നോ അല്ലെങ്കിൽ കാറടിച്ച് ചാവും, നമുക്ക് അങ്ങോട്ടൊന്ന് ചുമച്ച ഉടനെ പേടിയാ. കാരണം നമുക്ക് അങ്ങനെ പേടി ഉണ്ടാകുന്നത് ശരിയാണ്, മാനുഷിക രീതിയിൽ നമുക്ക് हमें बहुत डर रहता है। हमें कोरोना का डर, कार में निकलता एक्सीडेंट का डर, अरे वो आदमी उधर से चीखा मुझे कोरोना हो गया, अरे डर। तो ये सब डर स्वाभाविक रीति से देखा जाए तो मनुष्य के अंदर एक डर तो है, പക്ഷെ ദൈവസ്നേഹത്തിന്റെ കഴമ്പ് ആഴത്തിൽ ഉണ്ടെങ്കിൽ ഭയപ്പെടത്തില്ല. परंतु परमेश्वर का प्रेम का वो गहराई का बात जब वो विश्वासी का गहराई के अंदर, हृदय के अंदर अगर निवास करेगा तो वो डर नहीं आएगा। യേശു ലോകത്തിൽ മരിക്കാനായിട്ട് തന്നെ വന്നത്. यीशु दुनिया में क्यों आया? मरने के लिए आया। പക്ഷേ സമയത്തിന് മുമ്പേ അവന്റെ മേൽ ഒരു തരി മണ്ണ് വീഴാൻ ദൈവം അനുവദിച്ചില്ല. परंतु समय के पहले उसके ऊपर एक छोटा सा भी घाव ना आने के लिए परमेश्वर का अनुमति नहीं था उसमें। എന്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കുന്നു പറയുമ്പോൾ നമ്മൾ യേശുവിനെ ഫോഷ്കുള്ളവനാക്കുന്നില്ലേ? കാരണം നമ്മൾ ഭയപ്പെടുമ്പോൾ യേശു പറഞ്ഞത് കള്ളമാണ്. तो फिर हम लोग फिर क्या कर रहे हैं? क्योंकि वचन यीशु ने क्या कहा, जिस तरह पिता मुझसे प्रेम करता है उसी माप में पिता तुमसे भी प्रेम करता है। ये गवाही को हम लोग ठुकराते हैं ना जब हम लोग डर के जीते हैं। तो क्योंकि जितना सुरक्षित था यीशु को पिता में विश्वास था, हम लोग उसको निकम्मा ठहराते, क्योंकि हम लोग जल्दी डर जाते हैं। हमें यीशु के बातों पर विश्वास नहीं, यीशु को झूठा ठहरा रहे हम लोग। അപ്പം സ്നേഹത്തിന് ഭയമില്ലെന്ന് പറയുന്നത് ഏത് ഭയമാണ്? ഏത് സ്നേഹമാണ്? മനുഷ്യരുടെ സ്നേഹമല്ല. तो प्रेम में भय नहीं बोलते समय में कौन सा प्रेम का बात है? എന്റെ പിതാവ് मेरा पिता എന്നെ സ്നേഹിക്കുന്ന जिस तरह मुझसे प्रेम करता ആ है, സ്നേഹത്തിന്റെ അകത്ത് യേശുവിന് മരിക്കാൻ ഭയം ഉണ്ടായിരുന്നു. उस प्रेम में परमेश्वर को, प्रभु को मृत्यु का डर नहीं था। പലപ്പോഴും കർത്താവ് അത്ഭുതങ്ങളൊക്കെ ചെയ്തപ്പോൾ അവനെ ആ മലയുടെ അറ്റത്ത് കൊണ്ടും തള്ളി താഴെടാൻ നോക്കി. പേടിച്ചു പോയതല്ല, അവൻ അവരുടെ മുമ്പിൽ കൂടെ അങ്ങ് പോയി. यीशु को देखो, हमने ऐसा वाक्य पढ़ते हैं, जब उसको पहाड़ के ऊपर लेके गया, धक्का मारकर मारने के लिए गया, तो यीशु डर के वहां से भाग गया, ऐसा नहीं लिखा है। वो लोग उसके बीच में से यीशु सामने से निकल गया करके हम पढ़ते हैं। യേശുവിന് എന്തുകൊണ്ട് ഭയമില്ലായിരുന്നു? यीशु को क्यों डर नहीं था? അവന് ജ്ഞാനം നിറഞ്ഞു, क्योंकि वो ज्ञान से भरा हुआ था, ആത്മാവിൽ ബലപ്പെട്ടു. आत्मा में बलवंत हुआ। എന്റെ ഈ ദൈവം ആരാണെന്ന് അവൻ അറിയാം. वो जानता था मेरा पिता कौन है। ഇതേ അർത്ഥത്തിൽ നമ്മളെ ഗ്രഹിപ്പിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. यही बात को समझाने के लिए हम लोग समझकर बड़े प्रभु का आग्रह है। അപ്പൊ ആ സ്നേഹത്തിന്റെ കണ്ടന്റ് ഈ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമ്മൾ നിർജീവമായ വെറും ചത്ത ശരീരമാണ്. तो ये प्रेम का ये माप, ये प्रेम का ये सब बातें, ആത്മാവില്ല. ये प्रेम का बातें अगर हम जो मंदिर है, ये मंदिर के अंदर अगर भरे नहीं है तो फिर क्या है? हम लोग निर्जीव अवस्था में, आत्मा नहीं है फिर हमें। ഇതിന്റെ അടുത്ത വാക്യം വായിക്കുകയാണ്. फिर अगला वाक्य कहता है, വാക്യം 19वां वाक्य, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. അവനാണ് ആദ്യം സ്നേഹിച്ചത്. हम उसे प्रेम करते क्योंकि उन्होंने हमसे पहला प्रेम किया, पहला प्रेम उनका है। അപ്പൊ നമ്മൾക്ക് ദൈവസന്നിധിയിൽ വന്നിട്ട് इसलिए हमें परमेश्वर की उपस्थिति में आकर യേശു ജ്ഞാനത്താൽ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞതുപോലെ जिस तरह यीशु ज्ञान से परमेश्वर का प्रेम में भर गया था, നമ്മൾ ദൈവത്തിന്റെ തന്റെ പുത്രന്റെ മരണവും നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ തീരുമാനങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കണ്ടിട്ട് ദൈവസ്നേഹം നിറയാനായിട്ട് നമ്മൾ ഒരു മന്ദിരമായി തീർന്ന് ഈ മന്ദിരത്തിൽ ദൈവത്തിന്റെ പണി നടക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം അവിടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു? അതാണ് നമ്മളെ റോമലേഖന 5-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ വായിച്ചത്. तो हम लोग जो मंदिर है, हम लोग ये मंदिर रहते हुए हमेशा हमारे दिल को खोलकर परमेश्वर ने अपना पुत्र को भेजा, हमारे लिए क्या क्या किया। हम लोग परमेश्वर का पुत्र है करके बोलने के बाद ये पिता हमारे बारे में क्या क्या सोचता है, हमारा क्या क्या पदवी है, ये सब बातें सोचते रहते समय में क्या हो रहा है? ये मंदिर में परमेश्वर का प्रेम से हम लोग बढ़ते जा रहे हैं। वही बात रोमियो 5:5 में पढ़ते समय में आत्मा का ये प्रेम को हमारे अंदर उठेला है। എഫേസ്യ ലേഖനം മുഴുവനും സഭയെ കുറിച്ചാണ് പറയുന്നത്. एफेसुस का पुस्तक में कलीसिया का बात करता है। സഭ യേശുക്രിസ്തു ഭൂമിയിൽ ഒരു മന്ദിരമായിരുന്നതുപോലെ സഭ മന്ദിരമാകാനാണ് ദൈവത്തിന്റെ ആഗ്രഹം. तो जैसा
यीशु मसीह दुनिया में जीते समय में यीशु परमेश्वर का मंदिर था, उसी तरह कलीसिया जब इस दुनिया में जीते समय में कलीसिया भी परमेश्वर का मंदिर होकर जिए करके एफिसों में पढ़ते हैं। ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞാൽ നമ്മുടെ ജഡം ശക്തിപ്പെടും. तो संसार का ज्ञान से अगर हम लोग बढ़ के जिएंगे तो हमारा शरीर बलवंत होकर जिएगा। എന്നാൽ ജഡജ്ഞാനത്തിൽ നമുക്ക് എന്ത് വന്നാലും എനിക്ക് പൈസയുണ്ട്, എന്ത് വന്നാലും ഇന്ന ആളുണ്ട്, എന്ത് വന്നാലും ഇന്നവരുണ്ട്. ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, കാരണം അവർക്ക് ബലമുണ്ട്. तो हम क्या मनुष्य क्या बोलते हैं, अगर उसका शरीर में बलवंत होते समय में क्या बोलते हैं, मेरे पास आश्रय करने के लिए वो व्यक्ति है, मेरे पास आश्रय करने के लिए ये दौलत है, मेरे पास वो बात है, ये बात है करके ये शरीर के ज्ञान में बढ़ने वाले लोग बोलते हैं। हम लोग भजन में पढ़ते हैं कि लोग हमेशा घोड़ों में और हथियारों में वो लोग अपना बल को आश्रय करते हैं, കാരണം അവരുടെ എല്ലാം മുമ്പേ അവർ മുട്ടുമടക്കുന്നു. क्योंकि ये हथियार और घोड़े को देखकर सब लोग घुटना टेकते हैं। അപ്പം കർത്താവ് അതാ പറഞ്ഞത്, നമ്മള് ലോകത്തിൽ ചിലപ്പോൾ നമ്മള് ലോകത്തിൽ പലതിനെയും നമ്മൾ ആശ്രയിച്ചു പോകും. കാരണം അവരിൽ ഇവരിലും ഒക്കെ ആശ്രയിച്ചു പോകുന്നവർക്ക് ദൈവത്തിന്റെ സഹായം കിട്ടത്തില്ല. तो इसके लिए वचन भी कहता है कि बहुत बार हम लोग जाने अनजाने में संसार की बातों में हम लोग आश्रय करके जा सकते हैं, परंतु जो लोग संसार के आश्रय पर करके जिएगा उसमें उनको प्रभु का मदद नहीं मिलेगा। അപ്പൊ നമ്മൾ മുട്ടുമടക്കുന്നെങ്കിൽ ദൈവമായ പിതാവിന് മുമ്പിൽ മാത്രം മുട്ടുമടക്കാവൂ. तो हमारा घुटना अगर मुड़ना है तो घुटना अगर टेकना है तो सिर्फ पिता परमेश्वर के सामने और किसी के सामने घुटना नहीं गिरना है। കാണുന്നവരുടെ എല്ലാം മുമ്പിൽ മുട്ടുമടക്കിച്ച് യേശുവിന് മുമ്പിൽ മുട്ടുമടക്കിയാൽ അതൊരു അനാദരവാണ്. കാരണം യേശുവിന് തുല്യരാണ് അവരെന്ന് കാണിക്കുകയാണ്. तो हम लोग क्या कर रहे हैं, दुनिया में जिसको भी देखते हैं सबके सामने हम लोग घुटना टेकते हैं, फिर आकर यीशु का भी अगर आके सामने अगर घुटना टेक रहे तो हम लोग क्या, वो हम लोग अपमान कर रहे हैं। क्यों? क्योंकि हमने यीशु को भी बाकी लोगों के साथ तुलना में रखा है। जितना यीशु सामर्थ्य है वो बाकी लोग भी सामर्थ्य है बोलकर सबके सामने घुटना टेक रहे हैं। हमारा घुटना सिर्फ बलवान के सामने घुटना टेकना, वो है प्रभु यीशु मसीह। അപ്പൊ യേശു ക്രിസ്തു 12 വയസ്സിലുണ്ടായിരുന്ന അവന്റെ ആ ആളത്വത്തിൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ നിറവ് ജ്ഞാനമെല്ലാം പൗലോസ് ഒരു 35 വയസ്സൊക്കെ ആയപ്പോഴേക്കും പൗലോസ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് 2-3 വർഷം അവൻ അറേബ്യയിൽ പോയി പഠിച്ച് ദൈവത്തിന്റെ വേലയ്ക്ക് വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇനി മുട്ടുമടക്കുന്നെങ്കിൽ എന്റെ പിതാവിന് മുമ്പിലെ യേശുവിന് അതേ ജ്ഞാനം വന്നു. तो अभी यीशु मसीह जब 12वां उम्र में जो ज्ञान से भरा हुआ था और आत्मा में बल पाकर प्रभावशाली होकर जी रहा था, ये ज्ञान की बात है। पौलोस जब नया जन्म पाकर फिर 2-3 साल अरेबिया में वो ज्ञान पाने के बाद लगभग 35-36 उम्र होते समय में वो उस ज्ञान में वो भर गया था। फिर वो ज्ञान में भरकर एफएससी का पुस्तक में हम पढ़ते हैं, अभी मैं पिता परमेश्वर को मैं धन्यवाद देना चाहता हूँ क्योंकि सिर्फ उसी पिता के सामने मैं मेरा घुटना झुकता है मेरा। ഞാൻ മുട്ടുമടക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒരു പിതാവ് ഉണ്ടാകേണ്ടതിന് ഞാൻ ആ മുട്ടുമടക്കി എന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. എന്താണ്? നിങ്ങളും പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനായ ആത്മാവ് ബലപ്പെടേണ്ടത്. तो इसके लिए देखो, इसलिए पौलोस वहां पर उसी तीसरा अध्याय का 14-15-16 जब पढ़ते समय में वो क्या पहला क्या बोल रहे हैं कि मुझे मालूम है मेरा स्वर्ग में एक पिता है और उस स्वर्गीय पिता के द्वारा मुझे आत्मिक मंडली का कलीसिया है जो एक परिवार के रूप में है। उन लोग भी ऐसा परिवार मुझे मिला इसलिए मैं घुटने टेकता हूँ। परंतु तुम लोग भी ये बात जानो, तुम लोगों को भी समझे कि तुम्हारे पास भी एक स्वर्गीय पिता है, इसलिए तुम लोग भी एक ही सब लोग उसी पिता के सामने घुटना मोड़ने के लिए मैं चाहता हूँ कि तुम्हारा अंदरूनी मनुष्य बलवंत होकर बढ़े। അകത്തെ മനുഷ്യൻ മനസ്സിലായില്ലേ? तुम्हारा अंदरूनी मनुष्य बलवंत होकर जिए। എങ്ങനെ ബലപ്പെടേണ്ടത്? कैसा बलवंत होगा? പൗലോസ് മുട്ടുമടക്കുമ്പോൾ അവന് ജ്ഞാനമുണ്ട്, ദൈവം സ്വർഗത്തിലെ പിതാവ് എന്റെ പിതാവാണ്. അപ്പോൾ അവന്റെ ആത്മാവ് ബലപ്പെടുകയാണ്, എനിക്കിനി എന്തിനു ഭയപ്പെടണം? पौलोस जब घुटने टेकते समय में उसको ज्ञान था कि मेरा एक ही स्वर्गीय पिता है और वही मेरा पिता है जो मेरा देखभाल करता है। वो ज्ञान में जब वो बढ़ते रहता था। അപ്പോൾ കർത്താവായ യേശുവിന്റെ 12ാമത്തെ വയസ്സിലെ ആ ഒരു തികവ് ആരിൽ വന്നു? तो यीशु मसीह को जो 12वां उम्र में जो सिद्धता था वो सिद्धता किस पर आया? पौलोस जो 35-37 इयर्स में उसको मिला। അല്ലാതെ പൗലോസ് മനുഷ്യരെ പേടിപ്പിച്ച് നിങ്ങൾ അത് കൊടുത്തില്ലെങ്കിൽ, ദശാംശം കൊടുത്തില്ലെങ്കിൽ, നിങ്ങൾ വേണ്ടതുപോലും ചെയ്തില്ല, ദൈവം കൊന്നുകളയെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയല്ല. ഈ ദൈവസ്നേഹം ഉള്ളിൽ വന്ന് ഭയം പുറത്താക്കുകയാണ്. पौलोस ऐसा नहीं लोगों के बीच में जाकर कलीसियाओं में जाकर तू अगर दशांश नहीं देगा तो तेरे ऊपर श्राप आएगा, तू अगर ये नहीं करे तो तेरे ऊपर ये होगा वो होगा बोलकर कलीसियाओं में जाकर डराता नहीं था, बल्कि परमेश्वर का प्रेम को वो बांटता था। परमेश्वर का प्रेम जब बांटते समय में परमेश्वर का प्रेम भय को बाहर निकालता था। അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുണ്ടാകണം? इसलिए हृदय में क्या होना चाहिए?
ഒരുപാട് അപ്പന്മാരുണ്ടാകുന്ന ഭയങ്കര നാണക്കേട്. അതിനെ ഇംഗ്ലീഷിൽ പറയുന്ന വേർഡ് വളരെ മോശമായ വേർഡാണ്. एक व्यक्ति को अगर बहुत पिता रहेगा तो वो एक बहुत ही बुरा बात है, अश्लील बात है, कोई आदर वाला बात नहीं है, सम्मान वाला बात नहीं है। അതിന് യേശുവിനെ പോലെ ധൈര്യമായിട്ട് ഞാൻ ഒരു അപ്പന്റെ മോനാന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാകണം. കാരണം इसलिए അവിടെയാണ് ദൈവജ്ഞാനത്തിൽ ധൈര്യത്തെ യഥാർത്ഥമായിട്ട് ഭയം പുറത്തായി. इसलिए यीशु मसीह ने जो साहस किया और हिम्मत करके धैर्य से बोल पाया कि मैं एक ही पिता का बेटा हूँ, मेरा एक ही पिता है करके, उस तरह का साहस और हिम्मत आत्मा से भरकर हमें भी बोलने का, गवाही बोलने का हिम्मत होना चाहिए। അപ്പോഴാണ് ക്രിസ്തു അവന്റെ ഉള്ളിൽ ഹൃദയത്തിൽ വരുന്നത്. तभी ऐसा बोलते समय में, ऐसा गवाही में ही तो मसीह उसका हृदय में निवास करता है। ക്രിസ്തു വിശ്വാസത്താൽ मसीह विश्वास എന്ത്? ഈ പിതാവിനെ കുറിച്ചുള്ള വിശ്വാസത്താൽ हम लोग एफेसों का पुस्तक 3:17 पढ़ते हैं समय में हाँ। कि मसीह तेरा हृदय में निवास करे विश्वास के द्वारा। हाँ। कौन सा विश्वास होना चाहिए कि मेरे एक ही पिता है करके विश्वास होना चाहिए। उस एक पिता का विश्वास के आधार में कौन मेरे हृदय में निवास करेगा? मसीह निवास करेगा। അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ എത്തുമ്പോൾ तो जब प्रभु का प्रेम हमारे हृदय में आता है, നമ്മുടെ ഹൃദയം നമ്മുടേതായിരിക്കുന്ന ആ ജ്ഞാനം, उस ज्ञान की वजह से അതാണ് കർത്താവ് പറയുന്നത്. प्रभु ने कहा, പിതാവേ എനിക്ക് ഇവരുടെ ഉള്ളിലോട്ടൊന്ന് കയറണമെങ്കിൽ നിന്റെ സ്നേഹം അവരുടെ ഉള്ളിൽ ഞാൻ കാണണ്ടേ. इसे यीशु कहता है कि हे प्रभु, हे प्रियो, हे पिता, आपने जिन लोगों को मुझे दिया है, उन लोगों के अगर उनके अंदर अगर मुझे निवास करना है तो उनके अंदर सबसे पहला पिता का प्रेम होना चाहिए। യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം അതിന്റെ यूहन्ना का पुस्तक उसका 17 अध्याय 26 വാക്യം 26 में നമ്മൾ നേരത്തെ വായിച്ചു. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ നമ്മളെ സ്നേഹിക്കുന്നു എന്നൊരു കർത്താവ് പറയുകയാണ്. हमने जैसा पहला पढ़ा, जैसा पिता पुत्र से प्रेम करता है वैसा हमसे भी प्रेम करता है। वो बोलने के बाद यूहन्ना 17:26 में നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും. पढ़ना, मैंने तेरा नाम उनको बताया और बताता रहूंगा कि जो प्रेम तुझको मुझसे था वह उनमें रहे और मैं उनमें रहूं। അതിന്റെ അർത്ഥം എന്താണ്? उसका अर्थ क्या है? ഞാൻ നിന്നെ കുറിച്ച് ഞാൻ അവരോട് പറയും. मैं उन लोगों को आपके बारे में बताऊंगा। എന്ന് പറഞ്ഞാൽ എന്താണ്? मतलब क्या है? ദൈവ സ്നേഹമുള്ള പിതാവാണ്. कि परमेश्वर एक प्रेम करने वाला पिता है। അത് അനുഭവത്തിൽ തന്നെ ആർക്കുണ്ട്? और वो अनुभव में किसके अंदर था पहले से ही? യേശുവിനുണ്ട്. यीशु में ही है। ആ അനുഭവം ഇപ്പൊ ആർക്കുണ്ട്? ये अनुभव अभी किसको देना चाहता है? യേശുവിനുള്ള ഈ വിശ്വാസം ഇപ്പൊ ആരിലുണ്ട്? यीशु मसीह का പൗലോസിനുണ്ട്. जो कोई विश्वास करता है उसके अंदर यीशु है। मतलब वो पौलोस में भी वो विश्वास था जो यीशु में था। അതിപ്പോ ആരിലുണ്ട്? वो अभी किसमें है? നമ്മിലുണ്ടെന്ന് പറയുമ്പോൾ हम में है करके बोलते समय में ആ ധൈര്യം वो धैर्य से, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, मतलब वो डर का आत्मा नहीं मिला हमको, അപ്പോ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവ്. परंतु हे अब्बा, हे पिता बोलने का पुत्रत्व का आत्मा। അപ്പം നമ്മൾ അവിടെ വായിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, इसलिए परमेश्वर का प्रेम अगर हमारे अंदर है तो നമ്മൾ ഏതോ കാര്യഗൗരവമുള്ളൊരു ആലയമാണ്. तो हम लोग एकदम एक गंभीर वाला एक मंदिर है। അപ്പോൾ അവിടെ എഫേസ്യ ലേഖനം एफेसों का पुस्तक ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും 3:17 में पढ़ने के बाद मसीह तुम्हारे हृदय में विश्वास के द्वारा बसने के लिए നിങ്ങൾ ഈ പിതാവിന്റെ സ്നേഹത്തിൽ तुम लोग इस पिता का प्रेम में വേരൂന്നി जड़ पकड़कर അടിസ്ഥാനപ്പെട്ട് നീളവും വീതിയും ആഴവും എന്നതെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാൻ. അപ്പം വിശുദ്ധൻ എന്ന് പറയുന്നത് ഇതൊക്കെ ഉള്ളവരാണ്. तो इसमें जड़ पकड़कर उसका ऊंचाई, लंबाई, गहराई, चौड़ाई सभी पवित्र जनों के साथ तुम लोग ये बात समझे। यानी पवित्र जन बोला तो कम से कम उसमें प्रभु का वो पिता, परमेश्वर मेरा पिता है करके ये ज्ञान होने वाला लोग ही पवित्र जन है। അപ്പൊ ദൈവം ആരാണെന്നും तो परमेश्वर कौन है करके, ക്രിസ്തു ആരാണെന്നും मसीह कौन है करके, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് ഭയങ്കര ജ്ഞാനവും ഉണ്ട്, ശക്തിയുണ്ട്. परमेश्वर का आत्मा जब हमें ये ज्ञान प्रकट, ये बातें जब हमें बताते समय में परमेश्वर के विषय में हमें ज्ञान भी रहता है, बल भी रहता है। ഇത് രണ്ടുമാണ് നമ്മളിൽ ദൈവം ഇപ്പോൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ये दो बातें हैं प्रभु हमारे अंदर भरना चाहता है। അപ്പൊ അതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ 6 അധ്യായത്തിൽ വരുമ്പോൾ സാത്താനോടുള്ള യുദ്ധമാണ്. 6वां अध्याय में एफेसस 6 में आते समय में वहां पर हम लोग शैतान के खिलाफ का युद्ध के बारे में है। അപ്പൊ ഈ മന്ദിരത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ മന്ദിരമായിട്ട് നിന്നാ മാത്രം മതി, സാത്താൻ ഓടിപ്പോകുന്നു, യുദ്ധം ചെയ്യണ്ട. तो यहाँ पर देखो, अगर ये मंदिर में पिता परमेश्वर अगर हमारे अंदर निवास है, मसीह यीशु हमारे अंदर निवास है, तो हमें उस मंदिर में बना रहकर उस मंदिर में विश्राम करना जरूरी है। हमें युद्ध करने का जरूरत नहीं है। അവിടെ അതിന്റെ 10-ാം വാക്യം വായിക്കുകയാണ്. 6:10 में हम पढ़ते हैं, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും. അപ്പൊ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പൊ നമുക്ക് ഏകദേശം രൂപം കിട്ടിയോ? 6:10 पढ़ना।
इसलिए प्रभु में और उसकी शक्ति के प्रभाव में बलवंत बनो। तो बलवंत बनो बोलो तो कहां पर किस बात पर बलवंत होना है आप लोग समझ गए करके मैं विश्वास करता हूँ। ഇതിന് പറയുകയാണ് फिर कहता है ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ फिर वो दुष्ट दिन നിൽക്കാൻ നീങ്ങാ മതി. उस दुष्ट दिन के लिए तुम लोग खड़े रहो। 11 पढ़ना। परमेश्वर के सारे हथियार बांध लो कि तुम शैतान की युक्तियों के सामने खड़े रह सको। देखो उसके युक्तियों के सामने खड़े रह सके। और फिर 13 पढ़ना। इसलिए परमेश्वर के सारे हथियार बांध लो हाँ। कि तुम बुरे दिन में सामना कर सको। देखो बुरे दिन सामना कर सको या खड़े रह सको। എന്നിട്ട് ഉറച്ചു നിൽപ്പാൻ. എന്താ ഈ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ और उस समय में बलवंत होकर खड़े रह सके। 12-ാം വയസ്സിൽ ആലയത്തിൽ യേശു ഉറച്ചു നിന്ന ആ നിൽപ്പാണ്. मतलब क्या? ദൈവമാണ് എന്റെ പിതാവ്. मतलब 12वां उम्र में यीशु उस मंदिर में धैर्य से खड़े होकर वो धैर्य से उस समय के बुद्धिमानों को बोलने लगा कि मेरा पिता मेरा स्वर्गीय परमेश्वर ही मेरा पिता है। वो धैर्य हमें भी मिलेगा ദൈവം നമ്മളെ ആ നിലയിൽ മകനെ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. क्योंकि परमेश्वर ये ज्ञान से भरे हुए लोगों को बेटा करके बुलाने का आग्रह है। ദൈവം മകനെ എന്ന് വിളിക്കുന്നത് എത്ര അനുഗ്രഹമാണ്. परमेश्वर अगर किसी को बेटा बुलाएगा वो व्यक्ति कितना आशीषमय व्यक्ति है। ദൈവം നമ്മളെ മകനെ എന്ന് വിളിക്കുന്നതിൽ ഉള്ള സന്തോഷം കാരണം നമുക്ക് ആത്മീയ ജ്ഞാനമുണ്ട്. കാരണം ഇവിടെ നമ്മള് വേറെ കാരണം ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത്, ദൈവവുമായിട്ട് മാത്രമുള്ള റിലേഷൻഷിപ്പിൽ കിട്ടുന്ന ഒരു മധുര സംസർഗമാണ് ദൈവവും പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം. तो परमेश्वर अगर किसी को बेटा बोल रहा है करके बोलते समय में मतलब वो व्यक्ति छोटा व्यक्ति नहीं है, वो व्यक्ति को इतना ज्ञान आ चुका है कि परमेश्वर उसका पिता है करके। यानी कि ये कोई शारीरिक रिश्ता बढ़ाना नहीं चाहता, बल्कि ये उन्हीं लोगों के अंदर आएगा जिसके अंदर ये आत्मिक रिश्ते में ये जो लोग बढ़ रहे हैं उन लोगों में ही आएगा। അപ്പൊ നമ്മൾ തേജസ്സിലേക്ക് എടുക്കുന്നതിന് മുൻപേ तो हम लोग महिमा में उठा लिया जाने से पहले നമ്മുടെ സ്പിരിറ്റ് ഇവിടം വിട്ട് സ്വർഗത്തിലേക്ക് പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുൻപേ हमारा आत्मा उठा लिया जाकर पिता के पास पहुंचने से पहले ഈ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം നിറഞ്ഞ് ആത്മാവിൽ ബലപ്പെട്ട് വേണം പോകാൻ. सबसे पहले बात आज ही हम लोग ये हमारा स्वर्गीय परमेश्वर के बारे में ये परमेश्वर मेरा कौन है करके उसका असली पहचान और ज्ञान होने के बाद जाना चाहिए। ബലഹീനമായ ആത്മാവോടെ ചെന്നാൽ അധികാരം തരാൻ പറ്റത്തില്ല, കാരണം ഒന്നും തരത്തില്ല. एक कमजोर आत्मा अगर स्वर्ग में जाएगा तो उसको क्या अधिकार दे सकता है? कुछ भी दे नहीं सकता क्योंकि कमजोर है वो, കൊച്ചു കുഞ്ഞാ. छोटा बच्चा है वो। നമ്മള് ഗലാത്യ ലേഖനം 4-ാം അധ്യായം गलतियों का पुस्तक अध्याय 4 में गलेशियंस चैप्टर 4 വേഴ്സ് 1. पहला वाक्य അവൻ അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശു ആയിരിക്കുന്നു. ആത്മാവ് ഇപ്പോഴും അതിന് കളിപ്പാട്ടവും ഒക്കെ മതി. 4 का 1 पढ़े। मैं यह कहता हूँ कि वारिस जब तक बालक है हाँ। यद्यपि सब वस्तुओं का स्वामी है। देखो वारिस भले सब बातों का स्वामी है परंतु वो बालक रहेगा तो मतलब क्या है, उसको खिलौना चाहिए, ये चाहिए, वो चाहिए, जो अधिकार का विषय में पहचान नहीं है उसको। ഒരപ്പന് തന്റെ സ്വത്ത് കൊടുക്കണമെങ്കിൽ एक बेटे को अगर अपना जायदाद देना है तो അപ്പന്റെ സ്വത്തിനെ കുറിച്ച് ഈ ഭൂമിയിൽ വെച്ച് നല്ല ജ്ഞാനം ഉണ്ടായിരിക്കും. ആത്മാവിൽ ബലപ്പെടണം. ഭയമില്ല, അവരെ ഭയപ്പെടുത്താൻ ആർക്കും പറ്റത്തില്ല. वो पिता का जायदाद के बारे में अच्छा जानकारी वो बेटे को होना चाहिए। वो बेटा एकदम जब वो जानकारी में भर जाएगा उसको डर नहीं रहेगा क्योंकि उसको मालूम है मेरा पिता है जो मुझे संभाल रहा है करके, वो डर से बाहर निकल जाएगा। അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ വളർച്ച എന്ന് പറയുന്നത് യേശുവിന്റെ വളർച്ചയല്ല. യേശു ശരീരത്തിൽ വളർന്നു, അവൻ ദേഹിയിൽ ജ്ഞാനം നിറഞ്ഞു, അവൻ ആത്മാവിൽ ബലപ്പെട്ടു. तो यीशु हमारा बढ़ोतरी होते समय बोलते समय में यीशु के समान शरीर में बढ़ना है वैसा नहीं है। यीशु का अवस्था क्या था? शरीर में बढ़ा, प्राण में वो ज्ञान से बढ़ता रहा और आत्मा में बलवंत होता रहा। യേശുവിന് ഇനി വളരാൻ കിടക്കുക, കാരണം അവൻ 12 വയസ്സേ ആയുള്ളൂ. ഒരു 10-21 വയസ്സാകുന്നവരെ യേശു വളരാൻ കിടക്കുകയാണ്. यीशु को अभी शरीर में बढ़ना और बाकी था क्योंकि वो खाली 12वां उम्र था। उसके बाद 30 उम्र के बाद उसको प्रभु में सेवा करना है, तो शरीर में बढ़ना उसको जरूरी है। നമ്മളെ സംബന്ധിച്ച് മക്കളും കൊച്ചുമക്കളുമായിട്ട് ഇനി എന്ത് വളരാൻ കിടക്കുക? हमारा अवस्था क्या हो गया? अभी हम लोग बड़े हो गए, हमारा बच्चे हो गए, बच्चों का बच्चे हो गए, पोते हो गए, अभी हमें शरीर में बढ़ना है, कुछ बाकी है क्या? അപ്പോൾ ജ്ഞാനത്തിലും അവന്റെ കൃപയിലും लेकिन हमें अपना ज्ञान में और उसका अनुग्रह में പിതാവിനെ കുറിച്ചുണ്ടായിരുന്ന ആ ജ്ഞാനത്തിൽ അവൻ ബലപ്പെട്ടതുപോലെ നമുക്ക് യേശു ക്രിസ്തുവിനെയുള്ള ജ്ഞാനത്തിൽ ബലപ്പെടുവാൻ നമ്മുടെ ഹോളി സ്പിരിറ്റ് നമ്മുടെ അകത്തെ മനുഷ്യനെ इसके लिए हम लोग ज्ञान और अनुग्रह में बढ़ते रहे। जिस तरह यीशु मसीह दुनिया में जीते समय में पिता का ज्ञान में वो हमेशा बढ़ता रहा और आत्मा में बल प्राप्त करता रहा, उसी तरह आज इस दुनिया में जीते समय में हम लोग यीशु मसीह के बारे में अच्छा ज्ञान होना चाहिए। यीशु मसीह का ज्ञान के द्वारा हम पिता को समझते हैं, जो इसलिए उस मसीह का ज्ञान में बढ़ते रहेगा तो आत्मा में हम लोग बलवंत होते जाएंगे, प्रभु हमें चलाते रहेगा।
प्रेज लॉर्ड। കർത്താവ് നമ്മെ സഹായിക്കട്ടെ. प्रभु ये सब विषय में प्रभु हमें सहायता करे। അപ്പൊ നമുക്ക് പറയാം പൗലോസിനെ ഞാൻ കൊല്ലാൻ നിങ്ങൾ കൊന്നോ എനിക്കൊരു വിഷയമില്ല, കാര്യം എന്റെ ട്രഷർ സ്വർഗത്തിലാണ്. इसलिए जैसा पौलुस को जब लोग मारते आते हैं समय में वो एकदम धैर्य से बोल सकता है तुम लोग मुझे मार दो क्योंकि मेरा धन स्वर्ग में है। Praise the Lord. प्रेज लॉर्ड। കർത്താവ് നമ്മെ സഹായിക്കട്ടെ. प्रभु सब बातों में हमें सहायता करे। प्रेज लॉर्ड।